അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, അല്ലെങ്കിൽ എന്താണ് എ ഐ എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഇപ്പൊ എനിക്ക് ഏറെക്കുറെ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ എ ഐ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നേരത്തെ അറിയുന്നുണ്ടാകും. പക്ഷെ നമുക്ക് ഒന്നും കൂടെ ഈ ഒരു ഡിസ്കഷന്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ എ ഐ ഫ്രണ്ട്സി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. ഇപ്പൊ എ ഐ ഫ്രണ്ട്സി എന്ന് പറയുന്നത് ഇപ്പോ എ ഐയുടെ പേരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോലാഹലങ്ങളൊക്കെ അല്ലേ. അതായത് ഭയങ്കര ഫാസ്റ്റർ എ ഐ ഡിപ്ലോയ്മെന്റ്, ബെറ്റർ സേഫർ എ ഐ ഡിപ്ലോയ്മെന്റ്, അതുപോലെ ക്വാളിറ്റി ഓഫ് എ ഐ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം തുടങ്ങി വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളതും, ഒരുപാട് എ ഐ ടൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് ചാറ്റ് ജി പി ടിയെ കുറിച്ചാണ്. അതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഒരു 2022 നവംബർ മാസത്തിൽ ഇത് വരുന്ന സമയത്ത് ഒരിക്കലും ലോകം പോലും ഇത്രയധികം ഇന്നോവേഷൻസ് ഇവർ കാരണം ലോകത്ത് വരുന്നോ, അല്ലെങ്കിൽ ഇത്രയധികം ചർച്ച ലോകത്ത് ഉണ്ടാകുന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ 2023 മാത്രം ഏകദേശം $50 ബില്യൺ ഫണ്ട് ഈ എ ഐ മേഖലയിൽ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അതിൽ ഓപ്പൺ എ ഐ ഉണ്ട്, ആന്ത്രോപിക് ഉണ്ട്, അതുപോലെ ഗൂഗിളിന്റെ ഡിവിഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെർപ്ലക്സിറ്റി എ ഐ എന്ന് പറഞ്ഞിട്ട് വേറൊരു എ ഐ ഉണ്ട്, ഇൻഫ്ലക്ഷൻ എ ഐ ഉണ്ട്, സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മേജർ എ ഐ പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് കൂടാണ്ട് ഒരുപാട് ഈ എക്സിസ്റ്റിംഗ് ജി പി ടി ഫ്രെയിംവർക്കിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ചെറിയ എ ഐ കമ്പനികളുണ്ട്. അപ്പൊ ഇങ്ങനെ മേജറും ഉണ്ട്, അതുപോലെ തന്നെ മൈനറും ഉണ്ട്. അത് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ജി പി ടി ഒക്കെ തുടങ്ങി വെച്ച ഒരു റെവല്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഇന്ന് ലോകത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എ ഐ റെവല്യൂഷൻ ഉണ്ട്. ആ എ ഐ റെവല്യൂഷൻ ഒരു പരിധി വരേക്കും വലിയ രീതിയിൽ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഈസി ആയിട്ട് പറയാനല്ല എന്താന്ന് വെച്ചാൽ, നോളജ് എക്കോണമി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മളൊക്കെ അധികവും നോളജ് എക്കോണമിയുടെ ഭാഗമാവാനാണ് നോക്കുക. അഥവാ വൈറ്റ് കോളർ ജോബ്സ് ചെയ്യാനായിരിക്കും അധികം ആൾക്കാരും ആഗ്രഹിക്കുക. കാരണം ബ്ലൂ കോളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരം കൊണ്ട് പണിയെടുക്കേണ്ടതാണ്. അപ്പൊ അതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. അധികം ആൾക്കാരും ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾക്കായിരിക്കും കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ കോഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക. കൂടുതലും ആ ഒരു ഫോക്കസിലായിരിക്കും ഒരു വൈറ്റ് കോളർ ജോബ് ലഭിക്കുക എന്നുള്ളത്. ബ്ലൂ കോളർ വരുന്നുണ്ടല്ലോ, ടെക്നീഷ്യൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ബ്ലൂ കോളറും വൈറ്റ് കോളറും കൂടെ ചേർന്നിട്ടുള്ള മിക്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ജനറലി നമ്മൾ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാറുള്ളത് വൈറ്റ് കോളർ ജോബുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഈ എ ഐ ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ സൃഷ്ടിക്കുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് കോളർ ജോബുകളുടെ മേലെയാണ്. ഒരു 10 കൊല്ലമൊക്കെ മുൻപ് നമ്മുടെ ഒരു പെർസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കോളർ ജോബുകളെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഈ റോബോട്ടിക്സ് പോലെയുള്ള മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോളർ ജോബ്സിലാണ്. ഈവൻ ഒരു പരിധി വരേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് വർക്കുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് കാണുന്നത്. അപ്പൊ ഈ ഇമ്പാക്ട് ഇപ്പൊ ചാറ്റ് ജി പി ടി കഥ എഴുതും, കവിത എഴുതും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും, പ്രൊജക്ട് റിപ്പോർട്ടുകൾ എഴുതും, സെമിനാറുകൾ എഴുതും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരുവിധം എന്ത് ഡോക്യുമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടും ഒരു പക്ഷേ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് കരുതിയിരുന്ന മേഖലകളിലൊക്കെ നമുക്ക് ചാറ്റ് ജി പി ടി പോലെയുള്ള എ ഐ ടെക്നോളജികൾ ഒരുപാട് നമ്മുടെ എക്സിസ്റ്റിംഗ് ജോബുകളിൽ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ പല ആൾക്കാരും പറയുന്നത് ഇപ്പോൾ ആ ടെക്നോളജി അത്ര കേപ്പബിൾ അല്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ശരിക്കും അതന്നെയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. അതായത് കുറെ കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതേസമയം ചില ഏരിയകളൊന്നും അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള ഒരു അവസരമാണ്. അതായത് നമുക്ക് ഹ്യൂമൻ ഫാക്ടർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. പക്ഷെ വൈകാതെ തന്നെ എന്താവും, എ ഐ ടൂളുകൾ കുറച്ചും കൂടെ ഫാസ്റ്റർ ആകും, കുറച്ചും കൂടെ ബെറ്റർ ആകും, പിന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടെ സേഫർ ആയിരിക്കും. സേഫർ ഇൻ ദ ടേംസ് നമുക്ക് തരുന്ന ഉത്തരങ്ങളിലൊക്കെ കുറച്ചും കൂടെ എന്താ പറയാ, മോശം കാര്യങ്ങളിലേക്കൊന്നും നയിക്കാത്ത രീതിയിലൊക്കെയുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ തരും. അപ്പോൾ ഇത്തരത്തില് ഒരു എ ഐയുടെ ഒരു ഇമ്പാക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് പേരെ ഭീതിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ എ ഐ എത്രമാത്രം വേഗത്തിൽ വരും, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. അപ്പൊ പൊതുവിൽ നമുക്ക് ഇതിനെ പല ഫേസുകളായിട്ട് തിരിക്കാം. അതായത് എ ഐയുടെ ഇമ്പാക്ട് ഞാൻ തന്നെ പല വീഡിയോകളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് ചില ആൾക്കാരൊക്കെ മിസ്ഗൈഡഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എ ഐ ഇന്നങ്ങ് വരുന്നു, നാളെ എ ജി ഐ വരുന്നു, ഒറ്റയടിക്ക് എല്ലാ ജോബുകളും പോകുന്നു, അങ്ങനത്തെ ഒരു സിനാരിയോ അല്ല ആക്ച്വലി ഉണ്ടാവുക. ഒരു സിനാരിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ടെക്നോളജിയുടെ കാര്യത്തിൽ തന്നെ നോക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു പക്ഷേ ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പല വേദികളിലും പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ജനറലി ചോദിക്കാറുണ്ട്, എത്ര പേര് ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു 1000 പേരൊക്കെ ഉള്ള ഓഡിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു 50 പേരിൽ താഴെ ആൾക്കാരൊക്കെ മാത്രമേ ഈ ചാറ്റ് ജി പി ടി ഒക്കെ
ഉപയോഗിക്കുന്നവരായിട്ട് സ്വയം ക്ലെയിം ചെയ്യുന്നുള്ളൂ. അപ്പൊ അതായത് ജനറൽ ആയിട്ട് ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സിനാരിയോയിലേക്ക് കറന്റ് എത്തിയിട്ടില്ല. മറ്റൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും അതിനെന്തല്ല ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, ജോലികൾ ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളില്ല. കുറെ ആൾക്കാർക്ക് പ്രോംപ്റ്റിംഗ് സ്റ്റൈലുകൾ അറിയില്ല. അപ്പൊ പ്രോംപ്റ്റിംഗ് സ്റ്റൈലുകൾ അറിയാത്തുമ്പോൾ, പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഈ ChatGPT പോലെയുള്ള AI ടൂളുകളോട് നമ്മൾ ശരിയായ രീതിയിൽ സംവദിക്കുന്നതിനെയാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുക. അഥവാ ഈ ടൂളുകളുടെ ഒക്കെ ഓരോരോ എബിലിറ്റികൾ ഉണ്ടാകും, അതിന് മനസ്സിലാവുന്ന രീതികൾ ഉണ്ടാകും. ഇതൊരു ഫുള്ളി ഒരു കോൺഷ്യസ്നെസ് ഉള്ള സംഭവം ഒന്നും അല്ലല്ലോ. ഇവൻ ഫുള്ളി കോൺഷ്യസ്നെസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ മുൻപിൽ ഒരു ഹ്യൂമൻ ബീയിങ് തന്നെയാണെന്ന് വെക്കുക, ആ ഹ്യൂമൻ ബീയിങ്ങിന് തന്നെ എന്താ പറയാ, നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ മനസ്സിലാവണമെന്നൊന്നുമില്ല അല്ലെ. അത് നമ്മൾ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അഗൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, നമ്മളുടെ വാക്കുകൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ചെയ്ത് വേണ്ടി വരും പ്രത്യേകിച്ച്. അപ്പൊ അതൊക്കെയാണ് പ്രോംപ്റ്റിംഗ്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ AI ടൂളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാവുന്ന അതിന്റെ ഒരു സിന്റാക്സിൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ആൻസർ ഒരുപാട് കൂടും. അപ്പൊ ആ ക്വാളിറ്റി ഓഫ് ആൻസർ കൂട്ടുക എന്നുള്ളതാണ് ഈ പ്രോംപ്റ്റിങ്ങിന്റെ പ്രത്യേകത. അപ്പോൾ ഈ പ്രോംപ്റ്റിംഗ് സ്ട്രാറ്റജികളൊന്നും അറിയാതെ ChatGPT ഒന്നും കൊള്ളൂല എന്നൊക്കെ കരുതുന്ന ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ടൂളുകളെ ഒന്നും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അതായത് ഇതിൽ തന്നെ ഭയങ്കര ഇറഗുലാരിറ്റി ഉണ്ട്. ഇപ്പൊ നല്ല ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്, അതേസമയം ഉപയോഗിക്കുന്നതിൽ തന്നെ പല വേരിയേഷൻസ് ഉള്ള ആൾക്കാരുണ്ട്, അതിന്റെ ക്വാളിറ്റിയിൽ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ലോകത്ത് എന്നും അങ്ങനെയാത്രോ. ഇപ്പൊ നമ്മൾ പൈസയുടെ കാര്യത്തിൽ പറയാം, ഭയങ്കര പൈസ ഉള്ളവരും തീരെ പൈസ ഇല്ലാത്തവരും മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. അതിലും തന്നെ ആവറേജ് പൈസ ഉള്ളവരുണ്ടാവും, കുറെ പൈസ ഉള്ളവരുണ്ടാവും, ആവറേജിന്റെ കുറച്ച് മേലെ ഉള്ളവരുണ്ടാവും, കുറച്ച് താഴെയുള്ളവരുണ്ടാവും, ഇങ്ങനെ പല പല ഘട്ടങ്ങളില്ലേ. അതുപോലെ തന്നെ ഈ AI യൂസേജിന്റെ കാര്യത്തിൽ നമ്മൾ ആൾക്കാർക്കിടയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദിവസത്തിൽ ഒരു 2-3 മണിക്കൂറൊക്കെ ChatGPTയോടോ അല്ലെങ്കിൽ ജെമിനായി അഡ്വാൻസിനോടോ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ദിവസവും ഇന്ററാക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ മീറ്റിങ്ങിൽ തന്നെയുള്ള ആൾക്കാർ ലൈക്ക് നിങ്ങളൊന്ന് പറയും, നിങ്ങൾ ഓരോ ദിവസവും എത്ര ഉപയോഗിക്കാറുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയാണ് ഉപയോഗിക്കാറുള്ളത്? ജസ്റ്റ് നിങ്ങളൊരു യൂസേജ് ഫ്രീക്വൻസി ഒന്ന് പറയും, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് നോർമലി ഉപയോഗിക്കാറുള്ളത് എന്നുള്ളത്. ChatGPT പോലെയുള്ള AI ടൂളുകൾ പ്രോജക്ട് ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. മുഹമ്മദ് ഇബ്രാഹിം ജസീം, അവന് 3 പേരുണ്ട്, ഏതാന്നുള്ളതാണ്. മറ്റുള്ളവർ പറയും, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികം ആൾക്കാർ പ്രോജക്ട് ബേസ്ഡ് ആണ്. സജാദ് പറയുന്നത് ഡെയിലി 1 hour റിസർച്ച് ചെയ്യാറുണ്ട്, ഹോംവർക്ക് ചെയ്യാൻ മാത്രം ഡെയിലി ബേസിസ്. മാസത്തിലാണ് ഷമ്മാസ് ഉപയോഗിക്കുന്നത്, ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്. ടീച്ചർ വർക്ക് അസൈൻ ചെയ്താൽ മാത്രമാണ്. അപ്പോൾ പല പേഴ്സ്പെക്റ്റീവുകളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. നമ്മൾ ഇതിനെ എങ്ങനെ കാണണമെന്ന് അറിയാം. ഇപ്പൊ നമ്മൾ ലൈക്ക് നിങ്ങൾ അധികം പേരും സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷെ ഇപ്പോൾ എന്നെ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിനംപ്രതി ചെയ്യുന്ന ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റും. അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ പല ഘട്ടങ്ങളായിട്ടാണ് ഈ AI ഇമ്പാക്ട് വരിക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ആദ്യ ഘട്ടം എന്താണെന്നറിയോ? ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വർക്കുകളുടെ ഒരു വാല്യൂ ഉണ്ടല്ലോ, എക്കണോമിക് വാല്യൂ, അത് 0യിലേക്ക് പോകുക എന്നുള്ള ഒരു ഘട്ടമാണ് ഇതിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ക്രിയേറ്റീവ് എന്ന് പറയുന്നത് കോപ്പി റൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പ്രൊജക്ട്, അസൈൻമെന്റ്, ഇവൻ ഒരു പരിധി വരെയൊക്കെയുള്ള ക്രിയേറ്റീവ് വർക്കുകളൊക്കെ മിഡ്ജേണി, സോറ ഒക്കെ വന്നില്ലേ, അതുപോലെ ഡാലി, ഇത്തരം ടൂളുകളൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് വർക്കുകളുടെ കോസ്റ്റ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ തന്നെ നോക്കുക, നല്ല ക്വാളിറ്റി എന്റർടൈൻമെന്റ് നമുക്ക് യൂട്യൂബ് വഴി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് പ്ലാറ്റ്ഫോമുകൾ എടുക്കാനുള്ള ചാൻസ് വളരെ കുറവ്. ഇപ്പൊ റീസെന്റ് നെറ്റ്ഫ്ലിക്സിന്റെ ഒക്കെ റവന്യൂ ഡൗൺ ആവുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സിന്റെ, ഡിസ്നിയുടെ ഒക്കെ, ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒക്കെ, നമ്മുടെ നാട്ടിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ്, ഡിസ്നിയുടെ ഒക്കെ വാല്യുവേഷൻ ഒക്കെ ലൈക്ക് അഫക്റ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇതിനെ കുറിച്ചാണ്. നമുക്ക് ഷിനാസ്, നമുക്കിത് ഡാലിയെ കുറിച്ചൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഐ തിങ്ക് അതൊക്കെ ഇമേജ് ജനറേഷൻ ടൂളുകളാണ്, നിലവിൽ ChatGPT വഴി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെയല്ല, നമുക്കിത് കരിയർ പെർസ്പെക്റ്റീവിൽ പറയാന്നുള്ളതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനറലി എല്ലാ കരിയറുകളെ കുറിച്ചും പറയും കേട്ടോ. നമുക്ക് ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെ ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കും അതിനെ കുറിച്ചൊക്കെ ഞാനൊരു വലിയ നോട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഫോണിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകാം. എന്തായാലും ഞാൻ അത് ഫസ്റ്റ് ലെവൽ അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ മറ്റുള്ള ഒരു സ്പെസിഫിക് കരിയറുകളിലേക്കും അതിന്റെ വിഷയത്തിലേക്കൊക്കെ പോകാം. അപ്പോൾ ജനറലി ഞാനൊരു കരിയർ കൗൺസിലർ അല്ല, ഞാനത് നിങ്ങളോട് അഗെയിൻ പറയാണ്. അപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ കരിയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ടെക്നോളജി ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിന് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് തരംതിരിച്ച് പറയാന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇതില്
കുറച്ച് ഒരു അസംഷൻസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ AI ഒറ്റഘട്ടത്തിൽ എല്ലാവർക്കും ഒരേപോലെ ഡിപ്ലോയിഡ് ആവില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഉള്ളവനും ഇല്ലാത്തവനും എന്ന് നമ്മൾ സാമ്പത്തികമായിട്ട് എങ്ങനെയാണോ വർഗീകരിക്കുന്നത്, അതുപോലെ AI കാര്യത്തിലും നന്നായിട്ട് ഉപയോഗിക്കുന്നവരും തീരെ ഉപയോഗിക്കാത്തവരും എന്നുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു അസംഷൻസ് തുടങ്ങാം. ഫ്യൂച്ചർ, ഇപ്പൊ എല്ലാവരും ഫ്യൂച്ചർ കൺസേൺഡ് ആണല്ലോ. ഭാവിയിൽ എന്തായിരിക്കും നമ്മുടെ കരിയർ, ഭാവിയിൽ നമുക്ക് ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ. അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പറയാം. നമ്മൾ കുറച്ച് അസംഷൻസ് തുടങ്ങാം. അതിൽ ഒന്നാമത്തെ അസംഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ AI ടെക്നോളജികൾ ഇനിയുള്ള ദിവസവും പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് കറന്റ് ട്രെൻഡ് ഓഫ് AI പ്രോഗ്രസ് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോഗ്രസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാവിയിൽ കുറച്ചും കൂടെ പവർഫുൾ AI, കുറച്ചും കൂടെ സേഫർ AI, കുറച്ചും കൂടെ ബെറ്റർ AI, ഫാസ്റ്റർ AI, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് ചെയ്യുന്ന പല ജോലികളിലും വലിയ രീതിയിൽ ഓട്ടോമേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഓട്ടോമേഷൻ കാരണം മിക്കപ്പോഴും മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ പല ഘട്ടങ്ങളിലായിട്ട് എന്താ പറയാ, പല ഘട്ടങ്ങളിലായിട്ട് റീപ്ലേസ്ഡ് ആകും. അപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ ഇപ്പൊ നമുക്ക് ഇതിനെ തന്നെ ഇനി ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അപ്പൊ ഫസ്റ്റത്തെ അസംഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ AI പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. AI പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളെയും AIക്ക് വീണ്ടും ഭാവിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ GPT-4 വന്നു, ഇപ്പൊ തന്നെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ GPT-5 വരും, Gemini 1.5 വന്നു, Gemini 2 വരും, അല്ലെങ്കിൽ Claude 3 വന്നു. ഇപ്പൊ Claude 3 റീസെന്റ് റിലീസ് ആയിട്ടുണ്ട്, ലാസ്റ്റ് വീക്ക് എല്ലാം. അപ്പോൾ ഇനി അത് Claude 4 വരും, 5 വരും. അപ്പൊ ഇങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഒരു സ്റ്റേജിൽ ഇത് AGI ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, അഥവാ മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് AI ആയിട്ട് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോബിന്റെ മേലെയുള്ള ഇമ്പാക്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിലേക്ക് ഫോക്കസ് പോവാം. അപ്പോൾ ജോബിന്റെ മേലെയുള്ള ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാ ജോബുകളും റീപ്ലേസ്ഡ് ആവുക, അങ്ങനെയൊന്നും അല്ല ഉണ്ടാവാനുള്ള ചാൻസ്. അല്ലെങ്കിൽ നാളെ മുതൽ ഒരു ജോലി ഉണ്ടാവില്ല, എല്ലാം AI ചെയ്തോളും, അങ്ങനെയും നമുക്ക് കരുതാൻ പറ്റില്ല. ഈ പ്രോഗ്രസ്സിനൊക്കെ എന്തുണ്ടാകും, ഇതിന്റെ ഇടയിലൊക്കെ പിറ്റ് സ്റ്റോപ്പുകൾ ഉണ്ടാവും, ഇതിന്റെ ഇടയിലൊക്കെ മെച്ചം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പേസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് അസസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഡാറ്റകൾ എടുത്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ വർഷം ChatGPT-യിൽ ഏകദേശം $10 ബില്യൺ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 80,000 കോടി രൂപയ്ക്ക് മുകളിൽ ഫണ്ട് ഉണ്ട്. അതേ സമയം മൈക്രോസോഫ്റ്റിന്റെ ഷെയർ കയറുന്നുണ്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം. ഏകദേശം 10,000-ന് മേലെ ആൾക്കാരെ മൈക്രോസോഫ്റ്റ് ഈ 10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത അതേ സമയത്ത് മൈക്രോസോഫ്റ്റിന് ലേ ഓഫ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് പറയുന്നത് സാമ്പത്തിക മാന്ദ്യം മുന്നിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലാണ് ഈ ആൾക്കാരെ ഫയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ള എക്കണോമിക് ഡിസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അതേ മൈക്രോസോഫ്റ്റ് അപ്പുറത്ത് ഒരു $10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് AIന്റെ ഇമ്പാക്ട് കാണാം. അതായത് മൈക്രോസോഫ്റ്റ് ആസ് എ കമ്പനി ബിലീവ്സ് ദാറ്റ് ഫ്യൂച്ചർ AI ആണ്, അപ്പൊ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. മാൻ പവർ കട്ട് ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ. ഇനി ഇതേ ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, മെറ്റാവേഴ്സ് എന്നുള്ള ഒരു ആശയത്തിന്റെ മേലെ വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു സക്കർബർഗ്. കമ്പനിയുടെ പേര് തന്നെ ഫേസ്ബുക്ക് എന്ന് മാറ്റിയിട്ട് മെറ്റ എന്നാക്കി, പാരന്റ് കമ്പനിയുടെ പേര്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ചങ്ങാതി എനിക്കൊന്ന് 10 ബില്യണോ 20 ബില്യൺ ഒക്കെ ഫണ്ട് ബേൺ ചെയ്തിട്ടുണ്ട് ഈ മെറ്റാവേഴ്സ് എന്നുള്ള ആശയത്തിന് മേലെ. പുള്ളി ഇടയ്ക്കൊന്ന് ഗിയർ മാറ്റിയിട്ട് നേരെ AI മോഡലുകളിലേക്ക് ഇറങ്ങി. അതും ഓപ്പൺ സോഴ്സ്ഡ് മോഡലുകൾ, ലാമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെറ്റയുടെ AI മോഡലുകളും മറ്റുമൊക്കെ അവൈലബിൾ ആക്കി തുടങ്ങി. ഇന്ന് അവരും ഈ ഒരു മേഖലയിൽ ഒരു മേജർ കണ്ടന്റർ ആണ്. അപ്പോൾ ഓപ്പൺ AI, ChatGPT അതുപോലെ മൈക്രോസോഫ്റ്റ് അവരുടെ സ്വന്തം നിലയ്ക്കുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മെറ്റ അവരുടെ AI ടൂളുകൾ, അങ്ങനത്തെ ഗൂഗിളും ഡീപ് മൈൻഡും കൂടെ ചേർന്നിട്ട് ഗൂഗിളിന്റെ റിസർച്ച് ഡിവിഷനും ഗൂഗിളിന്റെ ഓൺ പ്രോജക്റ്റുകൾ, ഇപ്പൊ മുന്നേ ഭാഡായിരുന്നു, ഇപ്പൊ ജെമിനൈ ആയിട്ട് മാറി. ജെമിനൈയിൽ തന്നെ ജെമിനൈ അഡ്വാൻസ്ഡ്, ജെമിനൈ അൾട്ര, ജെമിനി 1.5 എന്നൊക്കെ പറഞ്ഞു വരുന്നു. അതുപോലെ ആന്ത്രോപിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. നമ്മൾ അത്ര തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും ആന്ത്രോപിക് ഒരു വലിയ കമ്പനിയാണ്. ആന്ത്രോപിക്കിൽ ഏകദേശം $4 ബില്യൺ മേലെ ആമസോൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഏറ്റവും പവർഫുൾ AI കഴിഞ്ഞ ആഴ്ച വരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് Claude 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI വന്നിട്ടുണ്ട്. Claude 3 ബേസിക്കലി ആന്ത്രോപിക്കിന്റെ AI ആണ്, അതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ആണ്. ആ അഡ്വാൻസ്ഡ് വെർഷൻ ആണ് അത്ര ഇപ്പൊ GPT-4 ഉണ്ടല്ലോ, നിലവിലെ ഏറ്റവും പവർഫുൾ AI ടൂൾ എന്ന് പറയുന്നത്. അതിനെ പോലും പല ഇൻഡെക്സുകളിലും കടത്തി വെട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്.
നമ്മൾ എൻവിഡിയ കമ്പനി അഥവാ ഈ കമ്പനികൾക്കൊക്കെ GPU പ്രൊവൈഡ് ചെയ്യുന്ന എൻവിഡിയയുടെ സ്റ്റോക്കിന്റെ റേസ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ വാല്യുവേഷൻ ഉള്ള കമ്പനി എൻവിഡിയ ആണ്. എൻവിഡിയയുടെ ഒരു സ്റ്റോറി ഭയങ്കര മിറാക്കുലസ് ആണ്. അതായത് കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനകത്ത് എൻവിഡിയ വെറും ഒരു ഗെയിമിന്റെ ചിപ്പ് മേക്കർ എന്നുള്ള പൊസിഷനിൽ മാറിയിട്ട് AI ചിപ്പ് മേക്കർ എന്നുള്ള ഒരു ലേബലിലേക്ക് മാറിയതും ഇപ്പൊ അവരുടെ മുൻപിൽ രണ്ട് കമ്പനിയേ ഉള്ളൂ. ഒന്ന് ആപ്പിൾ ആണ്, രണ്ടാമത്തേത് മൈക്രോസോഫ്റ്റ് ആണ്. അപ്പോൾ $2 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ GDPയുടെ നിയർലി 75% ആയി. അപ്പൊ അത്രയും വലിയ ഒരു കമ്പനി ആയിട്ട് എൻവിഡിയ മാറി. അവർ തന്നെ അടുത്ത 10 വർഷത്തേക്കുള്ള ഓർഡർ ബുക്ക് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇനി എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി അത് റേഷൻ ആയിട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ കഴിയില്ല. ലൈക്ക് കുറെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ കുറേശ്ശെ എത്തിക്കലായിട്ട് കൊടുക്കുകയാണ് അവരുടെ പ്ലാൻ എന്നൊക്കെയുള്ള രീതിയിൽ കണ്ടു. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 300,000 3 ലക്ഷത്തിന് മേലെ വലിയ കോർപ്പറേറ്റുകളിൽ ലേ ഓഫ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. മെഗാ കമ്പനികൾ, ചെറിയ കമ്പനികളെ കുറിച്ചല്ല പറയുന്നത്. ആമസോൺ, ഫേസ്ബുക്ക്, അതുപോലെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഇങ്ങനത്തെ കമ്പനികളെ ബേസ് ചെയ്തിട്ടുള്ള അതുപോലെയുള്ള ഫോർച്യൂൺ 500 കമ്പനികളിൽ മാത്രം ഏകദേശം 3 ലക്ഷത്തിന് മേലെ ലേ ഓഫുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒരു പരിധി വരെയൊക്കെ ആൾക്കാർ ഒരു ഒപ്റ്റിമിസ്റ്റിക് സിനാരിയോയിൽ പറയുന്നത് ഇതൊക്കെ കോവിഡ് കാലത്ത് ഭയങ്കരമായിട്ട് ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ആൾക്കാരെ ലേ ഓഫ് ചെയ്യുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവൻ നമ്മളെ നാട്ടിൽ ഇപ്പൊ TCS മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 1 ഇയറിൽ ഭയങ്കരമായിട്ട് ഹയറിംഗ് ഏകദേശം നിർത്തിവെച്ചൊക്കെ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. മാസീവ് ലേ ഓഫുകൾ ഉണ്ട്. പല കമ്പനികളും ആ ലേ ഓഫുകൾ പിന്നീട് ഫില്ല് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാ കമ്പനികളും തന്നെ AI മേഖലയിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഇനി ഇതിനിടയ്ക്കാണ് നമ്മുടെ സാം ആൾട്ട്മാനെ കഴിഞ്ഞ വർഷം ഒരു 5-6 മാസം മുൻപാണ് സാം ആൾട്ട്മാനെ ഓപ്പൺ AIയിൽ നിന്നും CEO സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. ഒരു Q-Star എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൽഗോരിതം ഉണ്ട്. ആ Q-Star കാരണമാണ് അത്ര Q-Starമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സികളാണ്. Q-Star ഒരു പക്ഷേ AGI ആകാം, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ആകാം. അപ്പൊ അതിന്റെ ഡിപ്ലോയ്മെന്റ്, അതിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആകാം ഒരു പക്ഷെ പുറത്തുവിട്ടത്. ഇങ്ങനെയുള്ള അസംഷൻസ് ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. എന്തായാലും ടോട്ടലി 2023 ഏകദേശം $50 ബില്യൺ മേലെ ഫണ്ട് ഈ AI മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ഇതിനെ അണ്ടർപ്ലേ ചെയ്യാൻ ശ്രമിച്ചാലും ചില ആൾക്കാർക്കൊക്കെ ഒട്ടകപ്പക്ഷിയുടെ ഒരു സ്വഭാവമുണ്ട് ചെറിയ രീതിയിൽ. അതെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ അണ്ടർപ്ലേ ചെയ്യാം. അണ്ടർപ്ലേ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് നല്ല തലവേദന ഉണ്ടെന്ന് വെക്കാം. നല്ല തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ തലവേദന സംഭവിക്കുന്നില്ല എന്നങ്ങ് ആലോചിച്ച് കഴിഞ്ഞാൽ തലവേദന എങ്ങോട്ടും പോകുന്നില്ലല്ലോ, അത് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നത്തെ വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് ജീവിക്കാം. പക്ഷെ അതിന്റെ അർത്ഥം ആ പ്രശ്നം ഇല്ലാണ്ടായി എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പാറ്റേണുകൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമുക്ക് ഈ ഒരു പല മേഖലകളിലും AI ഇങ്ങനെ കടന്നു കയറുന്നത്, ഞാൻ അതിനെ പലപ്പോഴും ഉപമിക്കാറുള്ളത് ഫ്ലഡിൽ വെള്ളം പൊങ്ങുന്ന പോലെയാണ്. അപ്പൊ ആദ്യം താഴ്ന്ന നിലങ്ങളെ ഇങ്ങനെ ഈ വെള്ളം കീഴടക്കിയിട്ട് പിന്നീട് പതിയെ ഉയർന്ന നിലങ്ങളിലേക്ക് ഇങ്ങനെ ആ വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നം കാരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്ന പല ജോബുകളെയും പല മേഖലകളെയൊക്കെ AI പതിയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുൻപ് നമ്മൾ വലിയ വാല്യൂ കൽപ്പിച്ചിരുന്ന പല ജോബുകളെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് അറിയാം, മുന്നേയും ഇതുപോലെയുള്ള ടെക്നോളജി മാറ്റങ്ങളും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുന്നത്തെ മാറ്റങ്ങളും ഇപ്പോഴത്തെ മാറ്റങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതിന്റെ സ്പീഡാണ്. അത് പലപ്പോഴും ആൾക്കാർ അഡ്രസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിലൊക്കെ നടന്നിട്ടുള്ളതാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നാണ് പേര്. ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സ്പീഡ് എന്ന് പറയുന്നത് വാർഷിക വളർച്ച ഏകദേശം കൊല്ലത്തില് 1.5% ആണ്. അപ്പൊ 1.5% മാത്രം വാർഷിക വളർച്ച ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ, അതായത് ലോകം കുറെ കൂടെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു അന്ന്. അപ്പൊ അന്നും ഒരുപാട് ജോബുകൾ ഡിസ്പ്ലേസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് പുതിയ ഫാക്ടറികളൊക്കെ കത്തിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത്ര, അതായത് ജോബ് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫാക്ടറികളും മറ്റും കത്തിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത്ര. പക്ഷേ നമുക്കറിയാം കാലം മുന്നോട്ട് പോയി, ഒരുപാട് പുതിയ മേഖലകൾ ക്രിയേറ്റഡ് ആയി. കമ്പ്യൂട്ടർ വന്നു. കേരളത്തിലൊക്കെ കമ്പ്യൂട്ടറിനെതിരെ സമരം നടന്നിട്ടുണ്ട്. ജോലി തിന്നുന്ന ഭഗനാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് അത്തരം ചർച്ചകൾ കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും പ്രശ്നമില്ലാതിരുന്ന എന്താന്ന് വെച്ചാല് 80s-ലും 90s-ലൊക്കെ കേരളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവൻ 2000-ലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ബൂമിങ് യൂത്ത് പോപ്പുലേഷൻ അല്ലെങ്കിൽ യങ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ആ യങ് പോപ്പുലേഷൻ എഡ്യൂക്കേറ്റഡ് ആയി അവർ ഈ പുതിയ മേഖലകളിലൊക്കെ ജോലി കണ്ടെത്തി. ഇന്നത് വലിയ ജോബ് സെക്ടർ ആയിട്ട് മാറി. പക്ഷെ ഇതൊക്കെ ഒരു കോഗ്നിറ്റീവ് ലേബറിന്റെ ഒരു എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യ കാലങ്ങളിൽ വന്നിരുന്നത്. ഇപ്പൊ മനുഷ്യർക്ക് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ മൊത്തത്തിലൊന്ന് വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മനുഷ്യർക്ക് 2 തരത്തിലുള്ള ജോലികളാണ് ചെയ്യാൻ അറിയാം.
ഒന്ന് മനുഷ്യന് ഫിസിക്കൽ ലേബർ, നമ്മുടെ ശാരീരിക ക്ഷമത ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ. അപ്പൊ ആദ്യകാല യന്ത്രവൽക്കരണം നമ്മൾ മനുഷ്യൻ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെയാണ് റീപ്ലേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ കോഗ്നിറ്റീവ് ലേബർ കൂടുതൽ ആവശ്യമുള്ള മേഖലകളിലേക്ക് മാറി, അഥവാ ബുദ്ധിശക്തി കൂടുതൽ ഉപയോഗിക്കേണ്ടത് മേഖലകളിലേക്ക് മാറി. മാത്രമല്ല അന്ന് ലോകം കുറച്ചും കൂടെ സ്ലോ ആയിരുന്നു. അന്നും പല ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഡിസ്പ്ലേസ്മെന്റുകൾ ഓഫ്സെറ്റ് ആയി പോയത് അതിന്റെ അടുത്ത ജനറേഷൻ ബെറ്റർ ജോബുകളിലേക്ക് മാറി, അങ്ങനെ മറികടന്നു വന്നു എന്നുള്ളതാണ്. മിക്കപ്പോഴും നമ്മൾ ലൈക്ക് അത്ര കൺസിഡർ ചെയ്യാത്തൊരു ഭാഗമുള്ള എന്താന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്ഡ് ആയ ആൾക്കാർക്ക് തന്നെയല്ല നെക്സ്റ്റ് സെഗ്മെന്റ് ഓഫ് ജോബുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പൊ മുൻപും ടെക്നോളജി വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് ലൈഫ് ബെറ്റർ ആയിട്ടല്ലേ ഉള്ളൂ, ലൈഫ് മോശമായിട്ടില്ലല്ലോ എന്ന് നമ്മൾ ജനറലി പറയാറില്ലേ. പക്ഷെ ആ അസംഷന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്ഡ് ആയ ആൾക്കാർക്ക് തന്നെ അടുത്ത ജോബ് കിട്ടിയിരിക്കുകയല്ല. അതായത് കൃഷി നിർത്തിയ എല്ലാ ആൾക്കാർക്കും ഫാക്ടറിയിൽ ജോലി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ നെയ്ത്തോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർക്ക് ഒറ്റയടിക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വന്നപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ പോയിട്ട് ജോലി കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതുകൊണ്ട് പുതിയ മേഖലകളിൽ തുടക്കം മുതലേ പുതിയ മേഖലകളിലേക്ക് മാറിയ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇനി കമ്പ്യൂട്ടർ റവല്യൂഷന്റെ കാര്യം തന്നെ ആലോചിക്കുക. കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആയ അതേ ആൾക്കാർക്കല്ല കമ്പ്യൂട്ടർ ആക്ച്വലി ജോലി കൊടുത്തത്. അത് എൻ്റയർലി ഒരു ഡിഫറെന്റ് സെഗ്മെന്റിന് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ അത് കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റം നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇത് ഒരു പാസ്റ്റിലേക്ക് നമ്മൾ നോക്കേണ്ടത്, നമുക്കൊരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ചും കൂടെ തിങ്കിങ്ങിൽ ക്ലാരിറ്റി ഒക്കെ വരുത്താൻ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഭയങ്കര ടെക്നോളജിയും മറ്റു കാര്യങ്ങളൊക്കെ മുൻപ് വന്നിട്ടുണ്ട്, ഇപ്പോൾ ആദ്യമായിട്ട് വരികയല്ല. ഇപ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്പീഡാണ്. ഈ AI പോലെയുള്ള ടെക്നോളജികൾ പ്യുവർലി ഡിജിറ്റൽ ആണ്. അപ്പൊ എനിത്തിങ് ഡിജിറ്റൽ ഇതിന്റെ മേലെ ഇംപ്രവൈസ് ചെയ്യാനോ ഇതിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് ഉണ്ടാക്കാനോ ഒക്കെ ഭയങ്കര ഈസിയാണ്. എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞ പോലെ പുതിയ AI ടെക്നോളജികളും മറ്റൊക്കെ ഡിപ്ലോയ് ആകുന്നതിന്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നയിച്ചിട്ടുള്ളത് ലോകം ഇന്ന് എത്തി നിൽക്കുന്നത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നുള്ളതാണ്. ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ NVIDIAയുടെ സിഇഒന്റെ സ്പീച്ച് ഇതിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിൽ UAE വെച്ച് നടന്ന ആ സമ്മിറ്റിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കണ്ടൻഷ്യസ് ആണ്, അഥവാ കോഡിങ് ഇനി ആവശ്യമുണ്ടാകില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചിലരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അതിനെക്കുറിച്ച് നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അതിന്റെ കൂടെ പറഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിന്ന് തുടങ്ങാം, ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരു ഇന്റലിജൻസ് റെവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രൊഡക്ഷൻ ഓഫ് ഇന്റലിജൻസ് ആണ് ഇന്നത്തെ ഒരു മേജർ വർക്ക്. ആലോചിച്ച് നോക്കി, മുൻപ് നമ്മൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മളത് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാനൊക്കെ കൊടുക്കുന്നു. ഇത് ജനറലി നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് ആസ് എ സർവീസ്. അപ്പൊ ChatGPT ഒക്കെ എന്താ ചെയ്യുന്നത്, ഒരു 100 മില്യൺ യൂസേഴ്സിനെ വെറും 2 മാസം കൊണ്ട് അക്വയർ ചെയ്ത ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് കൺസ്യൂമർ പ്രോഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ChatGPT. ഇപ്പോഴും എല്ലാ വീക്കിലും എനിക്ക് തോന്നുന്നു നിയർലി 10 കോടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ChatGPT. അപ്പോൾ ഇന്റലിജൻസ് ആസ് എ സർവീസ് വരുന്നു. ഇന്റലിജൻസ് ഓക്കെ, ബുദ്ധിശക്തി നമുക്കൊരു സർവീസ് ആയിട്ട് പ്രൊക്വയർ ചെയ്യാൻ വരുന്നു. ഇനി ഇതിൽ അടുത്തതുണ്ട് എന്ത്, അധികം ആൾക്കാരും ChatGPTയുടെയും മറ്റുമൊക്കെ ഫ്രീ വേർഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മളെ കൂട്ടത്തിൽ GPT-4 ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഞാൻ GPT-4 തുടക്കം മുതലേ GPT-4 ഉപയോഗിക്കുന്നത്. എന്നാണോ അത് അവൈലബിൾ ആയത് ആ ഒരു പോയിന്റ് തൊട്ടിട്ട്. റീസൺ സിമ്പിൾ ആണ്. ഇപ്പോൾ GPT-3.5 അഥവാ ഫ്രീ വേർഷൻ ഒരു പക്ഷേ നമുക്ക് നല്ല ബുദ്ധിയുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിന്റെ ബുദ്ധിയാണ് നമുക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിൽ GPT-4 അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ഒരു ഐൻസ്റ്റീൻ ലെവൽ ബുദ്ധിയൊക്കെ തരും. ഇത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇവരുടെ ഇന്റലിജൻസ് ലെവലിൽ വലിയ ഡിഫറൻസ് ഉണ്ട്, നമുക്ക് തരുന്ന ഉത്തരങ്ങളിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അത് തന്നെ ഇനിയിപ്പോൾ വലിയ AI ടൂളുകൾ കയ്യിൽ കിട്ടി എന്നുള്ളത് കൊണ്ടും കാര്യം ഉണ്ടാവില്ല. നമുക്ക് അതിൽ നല്ല പ്രോംപ്റ്റിംഗ് സ്ട്രാറ്റജികളും മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഗൈൻ അതിന്റെ യൂട്ടിലൈസേഷൻ ഉണ്ടാവും. അപ്പൊ അവിടെയും ഡിഫറൻസുകൾ ഉണ്ടാവും. ഈ ആൾക്കാർക്കിടയിൽ വലിയ ഡിഫറൻസ് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ഗൂഗിളിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്, പക്ഷെ എത്ര പേർക്ക് അത് ഒരു തൊഴിൽ മാർഗമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ഇന്റലിജൻസ് ആസ് എ സർവീസ് എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിലേക്ക് ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഒരുപോലെ ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ AI ടൂളുകളുടെയൊക്കെ സ്ട്രെങ്ത്തും മറ്റു കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കുക എന്നുള്ളത് മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ഈ ഇന്റലിജൻസ് ആസ് എ സർവീസ് എന്നുള്ള ഒരു ലോകം ഇവോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ NVIDIAയുടെ CEO പറഞ്ഞു. അദ്ദേഹം അതിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ് എല്ലാ രാജ്യങ്ങളും ഇനി അവരുടെ കൾച്ചറും അവരുടെ
ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ബേസിക്കലി ആ കൺട്രി ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള AI ടൂളുകൾ ഡെവലപ്പ് ചെയ്യണം. അതിൽ ഇനി വലിയ സ്കോപ്പ് കിടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ChatGPT ഒക്കെ ഒരു വെസ്റ്റേൺ ഡാറ്റയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ, അതിലെല്ലാം കൂടുതൽ അവർ ട്രെയിൻഡ് ആയിട്ടുള്ള വെസ്റ്റേൺ ഡാറ്റയാണ്. അതുകൊണ്ടാണ് മലയാളത്തിലൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉത്തരം കിട്ടാത്തത്, അല്ലെങ്കിൽ നല്ല മലയാളത്തിൽ ഉത്തരം തരാത്തത്. അത് ChatGPTയുടെ ഒരു ദൗർബല്യമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇന്ത്യൻ ഡാറ്റയുടെ ഒരു ലാക്ക് ഓഫ് അവൈലബിലിറ്റി ആണ് പലപ്പോഴും പ്രശ്നം എന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് കസ്റ്റം GPT-കൾ വേണ്ടി വരും. അതുപോലെ തന്നെ ഇന്ത്യൻ ഡാറ്റകളിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള AI-കൾ വേണ്ടി വരും. ഇപ്പൊ ഭാരത് GPT എന്നുള്ള ഇനീഷ്യേറ്റീവും അതുപോലെ കൃത്രിം AI എന്നുള്ള ഇനീഷ്യേറ്റീവ് ഒക്കെ അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകളാണ്. ഈ കൃത്രിം AI-യുടെ കഥ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ ചുരുങ്ങിയ പീരീഡിൽ, ഇവൻ ഏതാനും മാസങ്ങൾ കൊണ്ട് $1 ബില്യൺ വാല്യുവേഷൻ ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഒല ക്യാബ്സിന്റെ ഭവിഷ് അഗർവാളിന്റെ ഈ കൃത്രിം AI എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. അത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്, ഒല സർവീസിംഗിൽ ഭയങ്കര മോശമാണ് ഒലയുടെ ഇലക്ട്രിക് വണ്ടികൾ, അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഇതും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒലയുടെ ക്യാബ് സർവീസ് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ലൈക്ക് അവർ പതിയെ ഇമ്പ്രൂവ് ആകുന്ന വെക്കുക. ഒല ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തപ്പോൾ അവർക്ക് സർവീസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വന്ന പ്രയാസങ്ങളായിരിക്കും. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ ഇന്റലിജൻസ് ആസ് എ സർവീസ് എന്നുള്ള ഘട്ടം വരുമ്പോൾ ഇന്റലിജൻസ് ഓരോ ദിവസം കൂടുന്തോറും AI-യുടെ കപ്പാസിറ്റി കൂടുതൽ ഡെവലപ്ഡ് ആകുന്നു. അങ്ങനത്തെ ഒരു സിനാരിയോ വരുന്ന സമയത്ത് നമ്മൾ ഇത് ജോബ് ലോസും മറ്റു കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നടക്കാനുള്ള ഒരു ചാൻസിനെ കുറിച്ച് ഞാൻ ആദ്യത്തിൽ പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ പോകാൻ ചാൻസ് ഉള്ള ഒരു മേഖല ക്രിയേറ്റീവ് ജോബുകളാണ്, അല്ലെങ്കിൽ ഒരു ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അഥവാ ക്രിയേറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആണ്, എന്നാൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ ആവശ്യമില്ലാത്ത മേഖലകൾ. അത് ഒരു പരിധി വരേക്കും കോപ്പി റൈറ്റിംഗ്. അപ്പോൾ കോപ്പി റൈറ്റിംഗ് ഒക്കെ എൻറ്റയർലി പോകും എന്നുള്ളതല്ല, അതൊരു കോംപ്ലിമെന്റാരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കോപ്പി റൈറ്റിംഗ് പ്ലസ് AI അത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോബുകളിൽ ഇപ്പൊ ബിസിനസ് പ്രപ്പോസൽ മേക്ക് ചെയ്യാൻ, ലീഗൽ ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വലിയ രീതിയിലുള്ള ക്ലറിക്കൽ കൈൻഡ് ഓഫ് ജോബുകൾ, അതുപോലെ തന്നെ ബേസിക് ക്രിയേറ്റീവ് ജോബുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഫേസ് ഔട്ട് ചെയ്യാൻ ഇന്നത്തെ AI കൊണ്ട് തന്നെ സാധിക്കും. ഈ AI-കൾ പതിയെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു അടുത്ത സ്റ്റേജ് എന്താ ഉണ്ടാവുക അറിയോ? ഇനിയിപ്പോ ഈ AI കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആകുന്ന സമയത്ത് ഒറ്റയടിക്ക് ഡോക്ടറെ അല്ലെങ്കിൽ എഞ്ചിനീയറെ ഒക്കെ റീപ്ലേസ് ചെയ്യുമെന്ന് നമുക്ക് കരുതിക്കൂടാ. കാരണം ഡോക്ടർ എന്നൊക്കെ പറയുന്നത് ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ ജോലിയിലേക്ക് AI നമ്മൾ, അതുപോലെ ജുഡീഷ്യറി വലിയൊരു പോയിന്റ് ആണ്. ഡ്രൈവിംഗ്, ഇപ്പൊ ഡ്രൈവിംഗിൽ ഈവൻ ടെസ്ലയുടെ ഒക്കെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വന്നിട്ട് പോലും ഒരു ഫുള്ളി സെൽഫ് ഡ്രൈവിംഗ് അലോ ചെയ്യാത്തതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഈ ടെക്നോളജി ഇപ്പോഴും ഒരു എന്താ പറയാ കംപ്ലീറ്റ്ലി പെർഫെക്റ്റഡ് ആയിട്ടില്ല. ആൾറെഡി ഹ്യൂമൻ ലെവലിന്റെ മേലെയാണ് ഈ ടെക്നോളജികൾ എന്നുണ്ടെങ്കിലും അതിനെ കംപ്ലീറ്റ്ലി ഡിപ്ലോയ് ചെയ്യാൻ അനുവദിക്കാത്തതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കാരണങ്ങൾ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആണ്. അത് ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹ്യൂമൻ എററിനുള്ള റൂം എപ്പോഴും കൊടുക്കും. അതേസമയം ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏറെക്കുറെ കൺഫേം കേസുകൾ പോലെ ആവുമല്ലോ. അപ്പൊ അത് ഭയങ്കര ടെസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ അവിടെ റെഗുലേഷൻസ് നല്ലോണം ഉണ്ടാകും. ജുഡീഷ്യറി, ഇങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കരമായിട്ടും റെഗുലേഷൻസ് ഉണ്ടാകും. പക്ഷെ പതിയെ അവിടെയൊക്കെ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി ഒരു സാച്ചുറേഷൻ ഹിറ്റ് ചെയ്യും. AI പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഹ്യൂമൻസിനെ ഉപയോഗിക്കുന്നതിന് പകരം മെഷീൻസിനെ ഉപയോഗിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ എക്കണോമിക്കലി വയബിൾ ആകും. അപ്പൊ എക്കണോമിക്കലി വയബിൾ ആകുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് എന്താ ആവശ്യമില്ല, മനുഷ്യനെ അവിടെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റോ മറ്റു കാര്യങ്ങളോ ഇല്ല. അപ്പൊ അത്തരം മാറ്റങ്ങളാണ് നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ ഒരു ഒറ്റയടിക്ക് ഹ്യൂമൻ ലേബർ ഇല്ലാണ്ടാകും, നാളെ മുതൽ ആർക്കും ജോലി ഉണ്ടാവില്ല, ഒന്നും പഠിക്കേണ്ട എന്നുള്ളതൊന്നുമല്ല. അപ്പൊ ഇനി എനിക്ക് ജസ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞു വെച്ചത് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ കരിയറിനോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെ ഫൗണ്ടേഷണൽ സ്കില്ലുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. ജനറലി ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഞാൻ മാക്സിമം ഫിൽട്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. +2 കഴിയുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ ഡിഗ്രി കഴിയുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനറലി കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ സൈഡിലേക്ക് വരാം. അതായത് ടെക്നോളജി നമ്മളെ ജോബിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യൂണിവേഴ്സൽ എന്നുള്ള ഒരു വാല്യൂസ് നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ, എല്ലാ ആൾക്കാർക്കും ഒരു സെൽഫ് ലേണിംഗ് ബിഹേവിയർ വേണം. അഥവാ സ്വയം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, സ്വയം കറക്റ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഴ്സ് കാരണം എനിക്ക് ഇനി ജീവിതകാലം മുഴുവൻ ജോലി കിട്ടും, അങ്ങനത്തെ മെന്റാലിറ്റി ഒന്നും ഇനിയുള്ള കാലത്ത് ആർക്കും വേണ്ട, ഏത് ജോബിനും വേണ്ട. ഈവൻ ഞാൻ ഡോക്ടർ പഠിച്ചു, എഞ്ചിനീയർ പഠിച്ചു, പക്ഷേ
അത് നിങ്ങൾക്ക് എല്ലാ കാലത്തും ജോബ് കിട്ടും എന്നുള്ളതിന് ഒരു തെളിവല്ല. അതുപോലെ ഗവൺമെന്റ് സർവീസസിൽ കയറി ഇനി എല്ലാ കാലത്തും ഗവൺമെന്റ് ജോബ് ബാക്കി ഉണ്ടാകും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒന്നിനും ഗ്യാരണ്ടി ഇല്ലാത്ത രീതിയിലുള്ള ടെക്നോളജിയുടെ ഒരു പ്രോഗ്രസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പല ജോലികളിലും മനുഷ്യനെ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത് എക്കണോമിക്കലി ഫീസിബിൾ അല്ലാതെ വരും. ഇപ്പൊ സർക്കാരിന് ഗവൺമെന്റ് സർവീസസിലെ ആൾക്കാരെ നിലനിർത്തുന്നത് എക്കണോമിക്കലി ഫീസിബിൾ അല്ലാതെ ആയാൽ അതിനേക്കാൾ നല്ലത് സർക്കാരിന് കൂടുതൽ ആൾക്കാർക്ക് കിറ്റ് കൊടുക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സർക്കാർ ആ ഒരു തീരുമാനം എടുക്കില്ലേ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് സർക്കാർ ജോലിയിലുള്ള ആൾക്കാരെ കൊണ്ട് നിർബന്ധിത റിട്ടയർമെന്റോ മറ്റു കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ട് കൂടുതൽ ആൾക്കാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനായിരിക്കും ശ്രമിക്കുക. അതിന്റെ ഒരു ആശയങ്ങളൊക്കെയാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം, യൂണിവേഴ്സൽ ബേസിക് സർവീസസ് എന്നുള്ള ആശയങ്ങളൊക്കെ ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ AI കാലത്തെ കരിയറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം അല്ലെങ്കിൽ ഇത്രയും നേരം കൂടുതലും ചർച്ച ചെയ്തത് AI മേഖലയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റുകൾ, ഇതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നോക്കിക്കാണണം, എന്തെല്ലാം പ്രോഗ്രസ്സുകൾ നിലവിൽ എത്തിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് നമുക്ക് എന്തെല്ലാം സ്കില്ലുകളാണ് ഇനിയുള്ള കാലത്ത് സർവൈവ് ചെയ്യാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആകുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു ബിൽഡിംഗ് ഉണ്ടാവുമോ? ഫൗണ്ടേഷൻ ഇല്ലാതെ ബിൽഡിംഗ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുൻപൊക്കെ ഒരു സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഡിഗ്രി അല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു അസംഷൻസ് ഒക്കെ പറയാറില്ല. പക്ഷെ ഞാൻ ഇപ്പോ ഒരു എന്താ പറയാ, ഒരു ചെറിയ റീതിങ്കിങ് നമുക്ക് ആ മേഖലയിൽ ആവശ്യമാണ്. ആ റീതിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാട്ടോ, ഞാൻ ഈ ഫസ്റ്റ് ഓഫ് ഓൾ എന്നുള്ള ടേം അധികം ഉപയോഗിക്കാറുണ്ട് എന്നുള്ളൊരു ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറയുന്നതിന് നിങ്ങൾ ഒരു പേഴ്സ്പെക്റ്റീവ് മാത്രമായിട്ട് എടുക്കുക, ഒരു അൾട്ടിമേറ്റ് വാക്കായിട്ട് എടുക്കരുത്. ഞാൻ ഈ മേഖലയിൽ നല്ലോണം റിസർച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, AI മറ്റുമൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ജോലിയും പോകും അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നല്ല രീതിയിൽ ബോധവാനാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വീഡിയോകളും മറ്റുമൊക്കെ പങ്കുവെക്കുന്ന പോലെ തന്നെ ഞാനും ഭയങ്കര കൺസേൺഡ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ വരിക, എങ്ങനെ ഈ മാറ്റത്തിൽ മുൻപിൽ നിൽക്കാം. കാരണം മുൻപിൽ നിൽക്കുക എന്നുള്ളത് പറഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളും നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ്, അതായത് ആദ്യം കയറിയിട്ട് അതിന്റെ ബിസിനസ് പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും കാരണത്താൽ ഒരു മാർക്കറ്റിൽ ഒരു ഷെയ്ക്ക് ഒക്കെ ഉണ്ടായി, നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പല കാര്യങ്ങളും ഡിസ്റ്റർബ്ഡ് ആയി എന്ന് വെക്കുക. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫാസ്റ്റ് റിക്കവറി വേണം. അപ്പോൾ പെട്ടെന്ന് റിക്കവർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ, ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കാറുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടായിരിക്കും ഞാനിപ്പോ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ അത് ചില കാര്യങ്ങളിൽ എൻ്റെ ബയാസ് ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ചില കാര്യങ്ങളിൽ ബയാസ് ഉണ്ടാകാം. ഞാൻ പറയുന്ന അതേ സ്പീഡിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല, ചിലപ്പോ ഞാൻ പറയുന്നതിനേക്കാളും വേഗതയിൽ നടക്കാം. കാരണം ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു, ഈ വർഷം തന്നെ AGI വരും അല്ലെങ്കിൽ ലാബ് ലെവൽ AGI ഓൾറെഡി എത്തിയിട്ടുണ്ട് ചില കമ്പനികളിൽ. ഈവൻ OpenAIയുടെ കയ്യിലൊക്കെ ഇപ്പോൾ ലാബ് ലെവൽ AGI ഉണ്ട്. സോറയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത്രയും എന്താ പറയാ, ഫിസിക്കൽ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന വീഡിയോകളും മറ്റുമൊക്കെയാണ്. ആർട്ടിഫിഷ്യൽ എന്ന് തോന്നുന്നതിന്റെ പരിധി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ AGI എത്തിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ അസംഷൻസ് ഒക്കെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് അറിയില്ല. അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ ഫണ്ടമെന്റലി റോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പക്ഷെ അത് സ്പീഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലാകാം, അതുപോലെ തന്നെ ചിലപ്പോ അത് കൂടുതൽ വേഗതയിൽ വന്നേക്കാം, ചിലപ്പോൾ കുറച്ചും കൂടെ സ്ലോ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കൂടെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡിഗ്രി ആണോ സ്കിൽസ് ആണോ ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എപ്പോഴും സ്കിൽസ് ആണ് ഇമ്പോർട്ടന്റ്. പക്ഷേ ഇവിടെ ചില സമയത്ത് ഡിഗ്രി എന്ന് പറയുന്നത്, ഡിഗ്രിയുടെ ആ ഒരു പീരിയഡിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ കോളേജിൽ പോകുക എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്കൂളിംഗ് വഴി +2 കഴിയുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു സജസ്റ്റീവ് ആയിട്ട് പറയാണ്, നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോകണം. അല്ലാതെ 3-4 മാസത്തെ ഷോർട്ട് ടേം കോഴ്സ് ചെയ്തിട്ട് അതിന്റെ പേരിൽ ഇനി കാലാകാലം കരിയർ എടുക്കാം എന്നുള്ളത് കരുതരുത്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഫൗണ്ടേഷൻ സെറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിങ്ങിൽ ആകെ നിങ്ങൾക്ക് എന്തേ കിട്ടുന്നുള്ളൂ എന്നറിയോ?
സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുള്ള ഒരു ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടുന്ന ഒരു പൊതുബോധമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ +2 എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ ആ ലെവലിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ലൈഫിൽ കുറച്ച് മുന്നോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മെച്യൂർഡ് തിങ്കിങ്, കുറച്ചും കൂടെ ഡെപ്തിലുള്ള തിങ്കിങ്, കുറച്ചും കൂടെ കാര്യങ്ങളിൽ എന്താ പറയാ, നമ്മൾ ഒരു ബേസിക്കലി ഫൗണ്ടേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോകണം. ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ അത് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലോ ഉള്ള ഏതെങ്കിലും പഴയ കോഴ്സ് പഠിക്കണം എന്നല്ല പറഞ്ഞത്. ഈവൻ ഇനി അങ്ങനത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ പാരലലി നിങ്ങൾക്ക് സ്കിൽസിൽ വർക്ക് ചെയ്യാം. പാരലലി സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരുപാട് ഓൺലൈൻ ഓപ്ഷൻസ് നിങ്ങളുടെ മുൻപിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈവൻ കഴിഞ്ഞ വർഷം കണ്ട് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഡിഗ്രികൾ റെഗുലർ ഡിഗ്രികളെ പോലെ തന്നെ വാല്യൂം സർട്ടിഫിക്കേഷനൊക്കെ സിമിലർ ആയിട്ടുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈവൻ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് നൈബർഹുഡിലുള്ള കോളേജുകൾ പുതിയ പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ പ്രോഗ്രാമുകളും മറ്റൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഡു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാമുകൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനൊരു സജഷൻ ആയിട്ട് പറയുന്നത്. അത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഗൈൻ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് എന്താ വെച്ചാൽ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾക്ക് കൂടെ നമ്മൾ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ബേസിക്കലി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. ഡിഗ്രി IT ആയിരുന്നു, ഇൻഫർമേഷൻ ടെക്നോളജി ആയിരുന്നു. ഒരു PG ഉള്ളത് പൊളിറ്റിക്കൽ സയൻസസിലാണ്. അത് സിവിൽ സർവീസസിന് പഠിക്കുന്ന കാലത്ത് ലൈക്ക് അങ്ങനെ അങ്ങ് പഠിച്ചു പോയതാണ്. അതുപോലെ ഹിസ്റ്ററിയിൽ ഞാൻ ഫൈനൽ എക്സാം എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഹിസ്റ്ററി PG ഫൈനൽ എക്സാം എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ബേസിക്കലി അത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു സിവിൽ സർവീസസിന് പഠിക്കുമ്പോൾ എൻ്റെ ഓപ്ഷണൽ. അപ്പോൾ അത് ഏകദേശം ഒരു PG ലെവലിൽ അല്ലെങ്കിൽ ഒരു ഹോണേഴ്സ് ലെവലിലൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എനിക്കിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആർട്സും സയൻസ് മേഖലയിലൊക്കെ ഉള്ള ഒരു എക്സ്പോഷർ കിട്ടിയത് നമ്മുടെ തിങ്കിങ്ങിനെയൊക്കെ നന്നായിട്ട് ബെറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ഫൗണ്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒരു ഹ്യൂമാനിറ്റി ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അതേസമയം ടെക്നോളജി ആ മേഖലയിൽ കാര്യമായിട്ട് അപ്ഡേറ്റഡ് ആവുന്നത് കൊണ്ടും മറ്റുമൊക്കെ ലൈക്ക് അത് മേർജ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു 2 വശങ്ങൾ കൂടെ ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് കഴിയുന്നതുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഇത്രയും ഫോളോവേഴ്സിനൊക്കെ കുറഞ്ഞ സമയത്തിനകത്ത് ലഭിച്ചത്. അത് ബേസിക്കലി ഞാൻ പക്കാ ലൈക്ക് എഡ്യൂക്കേഷൻ കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. എന്നിട്ട് പോലും നിങ്ങൾ ഇത്രയും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ മേ ബി ഇതിന്റെ ഒരു കാരണമായിരിക്കും. ഈ എൻ്റെ ഒരു ഫൗണ്ടേഷന്റെ ഒരു ഗുണം ഉണ്ടാകും. അപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഗുണങ്ങളെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പക്ഷെ അതിന് ലോങ് ടേം ഗുണങ്ങൾ ഒരുപാട് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് പോകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഡിഗ്രി ഒരു ജോബായിട്ട് കൺവേർട്ട് ആയിട്ടില്ലെങ്കിലും നമുക്കത് നല്ല ഒരു ഫൗണ്ടേഷൻ സെറ്റ് ആകുന്നുണ്ടാവും. അപ്പൊ ആ ഫൗണ്ടേഷണൽ സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ +2 കഴിഞ്ഞ ഉടനെ ഒരു സ്കിൽ കോഴ്സ് പഠിച്ചിട്ട് അതിന്റെ പേരിൽ കരിയറിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര തന്നെ ഞാനൊരു നിങ്ങൾക്കൊരു ഒരു എന്താ പറയാ ഒരു റൂട്ടായിട്ട് പറയുന്നില്ല. ലൈക്ക് യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്, അതായത് ഒരു കൊല്ലം ബ്രേക്ക് എടുത്തിട്ട് അടുത്ത കൊല്ലം ഡിഗ്രിക്ക് പോവുക, അങ്ങനെ ചൂസ് ചെയ്യാം. അതല്ല ഓൺലൈൻ ഡിഗ്രികൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. പക്ഷേ ഇഫ് പോസിബിൾ ഇത് പറയുന്നത് ആരാന്നും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ സ്കിൽ കോഴ്സുകൾ കൊടുക്കുന്ന ഒരു കമ്പനിയുടെ CEO ആണ്. അഥവാ ലൈക്ക് അത് ലൈക്ക് നമ്മുടെ ബിസിനസ്സിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അതിൽ തന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിക്കണം. കാരണം അത് ലൈഫിൽ സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷൻസിന്റെയും ലോങ് ടേം ഇമ്പാക്റ്റിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ലോങ് ടേം ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ലോങ് ടേം ഇമ്പാക്ട് ഉണ്ട്. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ജോലി ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കാം. ലൈക്ക് ഭയങ്കര ഹെൽത്തിനൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താ പറയാ, നോർത്തേൺ അറ്റ്ലാന്റിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓയിൽ റിഗുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രയാസമുള്ള ജോബ് എന്നൊക്കെ ഉള്ള രീതിയിൽ, പക്ഷെ ഭയങ്കര ഹൈ പെയ്ഡ് ആണ്. അപ്പോൾ ഭയങ്കര ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോബിന് പോകുമ്പോൾ ഒരു പക്ഷെ നമ്മൾ സർവൈവൽ ഇൻ ക്വസ്റ്റ്യൻ ആണല്ലേ. അഥവാ ആ ജോലിയിൽ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, $1 മില്യൺ 8 കോടി റുപ്യൊക്കെ ഒരു കൊല്ലത്തിൽ ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിൽ പോലും ആ സമ്പത്ത് ആസ്വദിക്കാൻ നമ്മളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമ്പത്ത് കൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, കുറേ പൈസ ഇപ്പൊ കിട്ടുന്നു എന്നുള്ളതല്ല ഒരു മാനദണ്ഡം, അത് എത്രമാത്രം സസ്റ്റൈനബിൾ ആണ്, നമ്മളെ ലോങ് ടേമിൽ നമുക്ക് എന്ത് മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ
അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ സ്കിൽ കോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജോബൊക്കെ കിട്ടും. ഇപ്പൊ അതിന്റെ ഒരു റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോങ് ടേമിൽ നിങ്ങളുടെ സർവൈവലിന് നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ സ്കിൽസ് ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് ലോങ് ടേം സർവൈവലിനെ അത് ബാധിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു അസംഷൻ തുടങ്ങും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് വേൾഡ് എക്സ്പോഷർ, ആവശ്യത്തിന് എക്സ്പീരിയൻസ്, ആവശ്യത്തിന് മാനസിക പക്വത ഇതൊക്കെ വരാൻ നമുക്ക് ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുക, ആ ലെവലിൽ ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യും. ജനറലി ആണ് പറയുന്നത്. ഇതിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവും. ഇതിലൊക്കെ എന്താ പറയുക, ഡിഗ്രിയും പി ജി ഒന്നും ഇല്ലാതെ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഇതൊന്നും ഇല്ല എന്നല്ല പറയേണ്ടത്. എല്ലാ കാലത്തും എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ലോട്ടറി എടുക്കുന്ന ആൾക്കാരുടെ കാര്യം നോക്കുക. ലോട്ടറി 99.9999% ആൾക്കാർക്ക് ഈ ലോട്ടറി കിട്ടൂല. പക്ഷെ ആ എടുക്കുന്ന ഓരോരുത്തരും വിചാരിക്കുക എന്താണ്, ഒരു എക്സെപ്ഷൻ ഉണ്ടാവും, ഞാൻ കഴിച്ചിലാകും എന്നുള്ളതല്ലേ. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം എന്താ സംഭവിക്കുക, ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതേ കാര്യം നമ്മളെ കാര്യത്തിലും വരും. നമ്മൾ പലപ്പോഴും റിസ്കിനെ ഡൗൺ പ്ലേ ചെയ്തിട്ട് നമ്മൾ പോസിബിലിറ്റിനെ നമ്മൾ ഭയങ്കരമായിട്ട് അണ്ടർസ്കോർ ചെയ്യാറുണ്ട്. ആ വിഷയത്തിൽ അത്ര റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ മേഖലകളിലാണ് ഡിമാൻഡ് ഉണ്ടാകുക ഞാൻ പറയാം. പക്ഷെ ജനറലി ഞാൻ പറയുന്നത് ഇഫ് പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു വർഷം ബ്രേക്ക് എടുത്തോ, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഓൺലൈൻ ഡിഗ്രിക്ക് ചേർന്നോ. നമ്മളെ നാട്ടിലുള്ള പഴയ സിലബസിൽ തന്നെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അതൊരിക്കലും ശരിയല്ല, നിങ്ങളോട് ചെയ്യുന്ന തെറ്റാണ്. പക്ഷെ ഇഫ് പോസിബിൾ ഒരു കോളേജ് എഡ്യൂക്കേഷൻ നേടുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഒരു സജഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി കോളേജ് എഡ്യൂക്കേഷനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട് കേട്ടോ. അത് എന്താന്ന് വെച്ചാൽ ഇനി 3 വർഷത്തെ 4 വർഷത്തെ ഡിഗ്രികളൊന്നും പോരാ. കാരണം ഡിഗ്രി തുടങ്ങുന്ന കാലത്തുള്ള സംഭവമാകില്ല ഡിഗ്രി കഴിയുന്ന കാലത്ത്. അപ്പൊ ഡിഗ്രി ഒരു എന്താ പറയാ ജോബ് ഓറിയന്റഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിനാണല്ലോ വരിക. അഥവാ ഒരു സ്കിൽ കോഴ്സ് ആണ്. അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, നമ്മൾ ആ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ജോബ് സ്കില്ലായിട്ട് കൺവേർട്ട് ആകണം എന്നുള്ള രീതിയിലൊക്കെ ഒരു അസംഷൻ ഇല്ലേ. അത് ഫുൾഫില്ല് ചെയ്യാൻ ഇന്നത്തെ ഡിഗ്രികൾ പോരാ യഥാർത്ഥത്തിൽ. കാരണം ഇന്നത്തെ ഡിഗ്രികൾ അത്ര തന്നെ മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ല. മാത്രമല്ല പ്രത്യേകിച്ച് AI പോലെയുള്ള ടെക്നോളജികൾ ഇന്ന് ലോകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ മുഴുവൻ ആ ഡിഗ്രി മേഖല അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഇപ്പോൾ ലൈക്ക് എന്നെയൊക്കെ ഒരു വൈസ് ചാൻസലറൊക്കെ ആക്കിയാൽ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഡിഗ്രികൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ലൈഫ് ലോങ് ലേണിംഗ് എൻഷുർ ചെയ്യുന്ന ഡിഗ്രികളായിരിക്കും. അതായത് 3 കൊല്ലമൊന്നും അടുപ്പിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പകരം ഒരു 6 മാസം കൂടുമ്പോൾ ഒരു റീഫ്രഷർ പ്രോഗ്രാം ആയിട്ട് ഒരു 1 മന്ത് നമ്മളെ കൂടെ ഉണ്ടാകുക. എന്നിട്ട് ആ 6 മാസത്തിൽ നടന്ന ഡെവലപ്മെന്റുകളും മറ്റുമൊക്കെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് പകർന്നു നൽകുക. ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ 6 മാസത്തിൽ പല ടൈമിലും എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ആൾക്കാർക്ക് അവരുടെ ഐഡിയാസും മറ്റുമൊക്കെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ വെബിനാറുകളിലൂടെയും മറ്റുമൊക്കെ ഇന്ററാക്ട് ചെയ്യാം. അങ്ങനെ കാലാകാലം 10 കൊല്ലം 20 കൊല്ലം ഒക്കെ ലെങ്ത് ഉള്ള ഡിഗ്രി പ്രോഗ്രാംസ് ആയിട്ട് മാറ്റുക. എന്നിട്ട് ഈ ആൾക്കാർ എഗെയിൻ വന്നിട്ട് എന്ത് ചെയ്യാം, പരസ്പരം എപ്പോഴും പുതിയ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജോയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനൊരു വൈസ് ചാൻസലർ ഒക്കെ ആവുകയാണെങ്കിൽ ഭാവിയിൽ സ്വന്തം യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഭാവിയിൽ സ്വന്തം യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാക്കാം. ലൈക്ക് അങ്ങനത്തെ ഡിഗ്രി ഒക്കെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. കാരണം അതായിരിക്കും വേണ്ടി വരിക. അപ്പൊ ചില ഫൗണ്ടേഷണൽ സ്കിൽസ് ബിൽഡ് ചെയ്യാനുണ്ടാകും. പക്ഷെ കുറെ കാര്യങ്ങൾ ലോങ് ടേം ആണ്. നല്ല റിസർച്ച് എബിലിറ്റി, +2 പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് നല്ല റിസർച്ച് എബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. നമ്മളെ നാട്ടിൽ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർക്ക് റിസർച്ച് എബിലിറ്റി ഉണ്ടാവും എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഡിഗ്രിയിൽ റിസർച്ച് പഠിപ്പിക്കുന്നില്ല, PG റിസർച്ച് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. അധിക യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല റിസർച്ച് എബിലിറ്റി ഉണ്ടാവുക, റിസർച്ചിന്റെ മെത്തഡോളജീസ് പഠിക്കുക, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഫൗണ്ടേഷണൽ സ്കിൽസിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കാണണം. അപ്പൊ നമ്മുടെ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പോരായ്മകൾ ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്റ്റിൽ ഇഫ് പോസിബിൾ ഡിഗ്രി ചെയ്യുക. പാരലലി നിങ്ങൾ സ്കിൽസ് ബിൽഡ് ചെയ്യുക. പാരലലി എന്തൊക്കെ സ്കിൽസ് ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അടുത്തത് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരു ഓണ്ടർപ്രണോറിയൽ എബിലിറ്റി ബിൽഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓണ്ടർപ്രണർഷിപ്പ് എല്ലാവരും പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് ജോബുകൾ ഉണ്ടെന്ന് പറയാറുണ്ട്. 3 ടൈപ്പ് ഓഫ് ജോബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് ക്വിക്ക് മണിയാണ്, പെട്ടെന്ന് പൈസ കിട്ടും. പക്ഷെ ആ പൈസ നമുക്ക് സസ്റ്റൈനബിൾ ആകണമെന്നില്ല. അതുവഴി അപ്പൊ നമുക്ക് കരിയർ സെക്യൂരിറ്റി തീരെ ഉണ്ടാകില്ല. അത് ആ കാറ്റഗറിയിൽ വരുന്ന പല ജോബുകളും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിക്കറ്ററോ ഫുട്ബോളറോ ഒക്കെയാണ്, അല്ലെങ്കിൽ നല്ല പാട്ടുകാരനാണ്, അല്ലെങ്കിൽ നല്ല ആക്ടറാണ്, അങ്ങനത്തെ പല ടൈപ്പ് ജോബുകളും ഉണ്ട്. ഈ ജോബുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ജോബ് ഉണ്ടാകും, നല്ല പൈസ ഉണ്ടാകും, ഫെയിം ഉണ്ടാകും. പക്ഷേ
ഇതൊക്കെ ഒരു ഇൻസ്റ്റന്റ് തിങ്കിങ് ആണ്. അതായത് ഇപ്പൊ ഇതൊക്കെ ഉണ്ട്, നമുക്കൊരു ഫ്യൂച്ചർ ഇതുവഴി ബിൽഡ് ആയിക്കോളണം എന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. ചില ആൾക്കാർക്കൊക്കെ ഫ്യൂച്ചർ ഉണ്ടാവാറുണ്ട്, അത് അവരുടെ തന്നെ ഒരു ഭയങ്കര പ്ലാനിങ്ങിന്റെയും മറ്റൊക്കെ ഭാഗമായിട്ടാണ്. പക്ഷെ നോർമലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം സക്സസിനെ കുറിച്ച് അത്ര തന്നെ കെയർഫുൾ ആവാറില്ല പല ആൾക്കാരും. അപ്പൊ കിട്ടുന്ന പൈസ അപ്പൊ തന്നെ പുട്ടടിക്കുന്നത്, നമുക്കൊരു സേഫ്റ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഇത് ഇന്നത്തെ കാലത്ത് ഭയങ്കര റിസ്ക് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, ഞാൻ പറയാം. നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് പറയാം. രണ്ടാമത്തെ ടൈപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേമിനെ സാക്രിഫൈസ് ചെയ്യും ലോങ് ടേമിന് വേണ്ടിയിട്ട്. ഗവൺമെന്റ് ജോബൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, 60-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നല്ല പൈസ ഉണ്ടാകും. ആ പ്രായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റിനെ സാക്രിഫൈസ് ചെയ്യുക. ഇപ്പോൾ പെൻഷൻ ആയിട്ട് മാറുന്നത് എന്താ, ഇന്ന് നമ്മൾ വാങ്ങാത്ത ഒരു സാലറിയുടെ അംശം ഭാവിയിലേക്ക് കിട്ടുന്നു. ഇത് കുഴപ്പം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ അരിഷ്ടിച്ച് ജീവിക്കണം. അപ്പൊ 60 വയസ്സ് കഴിയുമ്പോൾ അത്ര കാലം ജീവിച്ചിരുന്നാൽ നമുക്ക് ആ പൈസയുടെ ആ സേവിങ്സിന്റെ ഗുണവും മറ്റു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. അത് ലൈക്ക് ഒരുവിധം ഗവൺമെന്റ് ജീവനക്കാർക്ക് മറ്റൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അധിക ഗവൺമെന്റ് ജീവനക്കാരുടെയും ട്രെൻഡ് കണ്ടിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ അവരുടെ ഹാപ്പിനെസ്സിനൊക്കെ എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടാകും. ഇപ്പൊ ചിക്കൻ വാങ്ങുന്നതാണ് ഹാപ്പിനെസ് എന്ന് വെക്കുക. ഒരു മാസത്തിൽ എല്ലാ ദിവസവും ചിക്കൻ വാങ്ങാൻ പറ്റില്ല. ഇത്ര ദിവസം ചിക്കൻ, ഇത്ര ദിവസം സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ്, അത് ഇത്രയൊക്കെ മതി. കാരണം എന്താ വെച്ചാൽ അതിന്റെ മേലെ ചെയ്യാൻ അവർക്ക് ബാൻഡ് വിഡ്ത്ത് ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവരുടെ സാലറി കൊണ്ട് അത്രേ പറ്റും. അപ്പോൾ നമുക്ക് മാസത്തിൽ ലഭിക്കുന്ന സാലറിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ എന്റർടൈൻമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ലേ. അത് എഗൈൻ ഇപ്പോഴത്തെ കുറച്ചും കൂടെ സേഫ്റ്റി ഉള്ള ജോബുകളിൽ അതിന്ന് വലിയ രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ജോബുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി പറഞ്ഞത് ഷോർട്ട് ടേമിൽ ക്വിക്ക് ആയിട്ട് പൈസ കിട്ടുന്ന ജോബുകൾ, പക്ഷെ അത് ഫ്യൂച്ചർ അത്ര സെക്യൂർ അല്ലാത്തത്. പക്ഷെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്തിട്ട് പ്രസന്റിനെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്ന ജോബുകളുണ്ട്. ഇനി ഇതൊന്നും അല്ലാത്ത ക്വിക്ക് ആയിട്ട് പൈസ ഉണ്ടാകുന്ന ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും പൈസ ഉണ്ടാവണം എന്നില്ല കേട്ടോ. പക്ഷെ ഓൺടർപ്രണർഷിപ്പിൽ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺടർപ്രണർഷിപ്പിലെ ക്വിക്ക് എന്ന് പറയുന്നത് ഇന്ന് ബിസിനസ് തുടങ്ങി നാളെ പെരും മുതലാളിയായി മറ്റന്നാൾ റിട്ടയർമെന്റ് ലൈഫ് അങ്ങനെയുള്ളതല്ല. ഒരു 10 വർഷമെങ്കിലും ഭയങ്കരമായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന, അതിനുശേഷിയുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ മൂന്നാമത്തെ കാറ്റഗറി പറയുന്നത്. അപ്പൊ ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള സ്കില്ല് ഇന്നൊരു യൂണിവേഴ്സൽ സ്കില്ലായിട്ട് ബിൽഡ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ആവശ്യകതയാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഒരു യൂണിവേഴ്സൽ സ്കിൽ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ ജോബുകൾ ഇല്ലാതാകാം. ടെക്നോളജികൾ വന്നിട്ട് പല ജോബുകളിലെയും ജോബ് റോളുകളെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ജോബ് റോളുകളെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പ്രതീക്ഷാ നഷ്ടം ഉണ്ടാകും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറില്ല, കരിയറിൽ ഒരു ലോങ് ടേം തിങ്കിങ് ഇന്ന് റിസ്ക് ആണ്. അതായത് ഒരു ജോലി കിട്ടി 20-30 കൊല്ലം ആ ജോലിയുടെ പേരിൽ ജീവിക്കാമെന്ന് കരുതിയാൽ അത്തരത്തിലുള്ള ജോബുകൾ ഇനിയുള്ള കാലത്ത് ഉണ്ടായിക്കൊള്ളണം എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതേസമയം ഒരു ഷോർട്ട് ടേം തിങ്കിങ് ഭയങ്കര നല്ലതാണ്. 2-3 കൊല്ലം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അതുമല്ല, ഞാൻ മുൻപ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാകും. അതായത് ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 ലക്ഷം റുപ്യ ചിലവാക്കി എന്ന് വെക്കാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പെട്ടെന്ന് ക്യാഷ് ഔട്ട് ചെയ്യാൻ നോക്കണം. നോർമൽ തിങ്കിങ് എന്താണ്, ഒരു ജോബ് കിട്ടി, ഒരു ജോബ് കിട്ടിയിട്ട് മാസം ഒരു 20,000 30,000 വേണ്ട 50,000 കൂട്ടുക. മാസം 50,000 റുപ്യ വെച്ചിട്ട് നമ്മൾ കുറേ കാലം അതിന്റെ പേരിൽ അങ്ങനെ ജീവിക്കാം. നമ്മൾ ജൂനിയർ ഡെവലപ്പറായി തുടങ്ങി സീനിയർ ഡെവലപ്പറായി ആ രീതിയിൽ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുകയാണെന്ന് വെക്കാം. അത് ഗിവൺ ദ ഫാക്ട് ദാറ്റ് ലോകം ഒരേ പ്രോഗ്രസ്സിൽ പോകും, മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മുടെ സാലറി മാത്രം കൂടിക്കൊണ്ടേയിരിക്കും. ഈ അസംഷൻ എത്ര തെറ്റാണെന്നുള്ളത് ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും. അതായത് നമ്മൾ ഒരു ഭാഗത്ത് എല്ലാ കാര്യങ്ങളും ചേഞ്ച് എന്നുള്ളത് മാത്രമാണ്, ചേഞ്ച് മാത്രമാണ് സംതിങ് എന്താ പറയാ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്, എപ്പോഴും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറയാറില്ലേ. അതുപോലെ തന്നെ ഈ AI മറ്റു ടെക്നോളജികളൊക്കെ ഈ പേസിൽ പ്രോഗ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലോങ് ടേം തിങ്കിങ് പറ്റില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓൺടർപ്രണർഷിപ്പ് സ്കിൽ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ, നിങ്ങളൊരു കോഴ്സ് പഠിച്ചാൽ 1 ലക്ഷം മുടക്കി, ഒരു ലക്ഷം മുടക്കി, ഒരു 4 മാസം 5 മാസം മുടക്കി, ഓക്കെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു 10x 1 ലക്ഷം മുടക്കിയ 10 ലക്ഷം കിട്ടണം. അതെങ്ങനെ 1 കൊല്ലം കൊണ്ട് കിട്ടണോ, 6 മാസം കൊണ്ട് കിട്ടണോ, 2 കൊല്ലം കൊണ്ട് കിട്ടണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള തീരുമാനം അനുസരിച്ചിരിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ജോബ് എന്നുള്ളത് അതിന്റെ വൺ വേ ഓഫ് മോണറ്റൈസിങ് ആണ്. ഇപ്പൊ നമുക്കൊരു സ്കില്ല് അറിയാന്നുണ്ടെങ്കിൽ അതൊരു ജോലിയായിട്ട് ഒരാൾക്ക് എടുത്തു കൊടുക്കാം. അത് ഒരു വൺ വേ ഓഫ് മോണറ്റൈസിങ് ആണ്.
അതല്ല, നമുക്ക് അതിനൊരു ബിസിനസ് ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മേലൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് ആൾക്കാർക്ക് കൊടുക്കാം. ഇനി അതല്ല, ബാക്കിയുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ട്, അപ്പൊ അത് നമ്മളൊരു സർവീസ് ആയിട്ട് നമ്മളൊരു കമ്പനി പോലെ മാറിയിട്ട് നമുക്ക് ആ വർക്ക് എടുത്തിട്ട് നമുക്ക് അത് ചെയ്തു കൊടുക്കാം. അപ്പോൾ ജോബ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് റിസ്ക് ഇല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. കാരണം കമ്പനികൾ AI അഡോപ്ഷനും മറ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ഇപ്പൊ AI നിങ്ങൾക്ക് AI ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് മാറാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് ഫ്രീലാൻസ് വർക്കുകളും മറ്റൊക്കെ ഉണ്ട്. ഞാൻ ഭാവിയിൽ കാണുന്ന ഒരു സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ വർക്കുകൾ മെഷീൻസ് ചെയ്യും, എന്നാൽ മെഷീൻസിന് ചെയ്യാൻ കഴിയാത്ത മനുഷ്യന് ആവശ്യമുള്ള കുറെ ജോബുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം ജോബുകൾ ഫ്രീലാൻസർ മോഡിലേക്ക് കൂടുതൽ മാറും. കാരണം കമ്പനികൾക്ക് പേറോളിൽ ആളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഈസി, കമ്പനികൾക്ക് നല്ലത്, ബേസിക്കലി കൊമേഴ്ഷ്യലി നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഫ്രീലാൻസിൽ ഹയർ ചെയ്യും. അപ്പൊ നല്ല ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമുകൾ വരും. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ എന്റെ കമ്പനിയിൽ കുറെ മനുഷ്യന്മാർ ചെയ്യേണ്ടുന്ന ജോലി ഉണ്ടെന്ന് വെക്കാം. അപ്പൊ എനിക്ക് പേറോളിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേറോൾ എപ്പോഴും ഒരു റിസ്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസാവസാനം കമ്പനിക്ക് ബിസിനസ് വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മാസം 30-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ സാലറി കൊടുക്കണം. ഇപ്പൊ റെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ റെന്റ് കൊടുക്കണം. അങ്ങനെ എപ്പോഴും ഒരു അതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ബേസിക്കലി ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാത്ത സ്റ്റാർട്ടപ്പും മറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ബേണിംഗ് എന്നാ പറയാം. അപ്പൊ എത്ര പൈസയാണ് ഒരു മാസം നമുക്ക് ബേൺ റേറ്റ് എത്രയാന്നൊക്കെ ഉള്ളത് പറയും. അപ്പൊ അതുപോലെ ബേൺ റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും നമുക്ക് സാലറിയിൽ എംപ്ലോയീസിനെ മറ്റൊക്കെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ കമ്പനികൾ അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ സ്റ്റേബിൾ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ കൂടുതൽ ജോബുകൾ ഫ്രീലാൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഫ്രീലാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്കില്ലുള്ള ആൾക്കാർക്കൊക്കെ ഒരു മൈക്രോ ഓണ്ടർപ്രണർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, AI പോലെയുള്ള ടൂളുകൾ, ഇപ്പൊ നിലവിൽ AI പോലെയുള്ള ടൂളുകളുടെ ഒരു വേ ഓഫ് വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ പ്യുവർലി മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം AI ടൂളുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഭയങ്കരമായിട്ട് കോംപ്ലിമെന്ററി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കോഡിങ് ചെയ്യുന്ന ഒരാൾ AI ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഭയങ്കര എഫിഷ്യന്റ് ആയി, ഭയങ്കര ഫാസ്റ്റ് ആയി, അങ്ങനെ അയാൾക്ക് ഒരുപാട് കോഡ് കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതിപ്പോ ഒരു ബിസിനസ് പ്രൊഫഷണൽ ആണ് അത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് ഇതാക്കാൻ പറ്റും. ഇപ്പൊ എക്സൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ട്രഡീഷണലി നമ്മൾ ഫോർമുലാസും മറ്റും അറിയാതെ ആലോചിച്ചിട്ട് അന്തം വിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതിപ്പോ AI ടൂൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് AI ടൂളുകൾ പല പേഴ്സ്പെക്റ്റീവില് ക്യാമ്പയിൻസ് ജനറേറ്റ് ചെയ്യുന്നതിൽ, യൂസർ പേഴ്സോണ ക്രിയേറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈക്ക് ലാൻഡിംഗ് പേജുകളോ ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് AI ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് AI റീപ്ലേസ്മെന്റ് ടെക്നോളജി ആയിട്ടല്ല, അസിസ്റ്റീവ് ടെക്നോളജി ആയിട്ടാണ് കറന്റ് ഉള്ളത്. അഥവാ അപ്പൊ ഈ അസിസ്റ്റീവ് ടെക്നോളജി ആയിട്ട് നിൽക്കുന്ന പോയിന്റിൽ നമുക്ക് നല്ല ഓണ്ടർപ്രണർഷിപ്പ് അറിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ വട്ടവർ സ്കിൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പെട്ടെന്ന് എടുത്തിട്ട് പൈസയാക്കി മാറ്റുക. അത് ജോബ് ആയിട്ടല്ല. അധികം ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുക, ഒരു ജോലി കിട്ടിയ ആ ജോലിയിൽ നിന്ന് ക്യാഷ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് എപ്പോഴും ചിന്തിക്കുക. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് നല്ല ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഓണ്ടർപ്രണർഷിപ്പ് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ അർത്ഥം എല്ലാവരും പോയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളതല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. നാട്ടിൽ എല്ലാവരുടെ അടുത്തും ഐഡിയ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എല്ലാവരുടെ അടുത്തും ഐഡിയ ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എക്സിക്യൂഷൻ അറിയില്ല. ഒരു പെർട്ടിക്കുലർ ഐഡിയനെ എങ്ങനെയാണ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആക്കുക എന്നുള്ളത് അറിയില്ല. നമ്മൾ എന്താണെന്നറിയോ, ഇപ്പൊ എന്ത് കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല വേണ്ടത്, നാലാൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് സർവീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ മാത്രമേ അവർ അതിന് പൈസ തരുള്ളൂ. അപ്പൊ അവർ പൈസ തരുന്ന, അല്ലെങ്കിൽ ജനറലി ആൾക്കാർ പൈസ തരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമായിരിക്കണം നമ്മൾ ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ചെലവ് മാത്രം ഒത്തുപോയാൽ പോരാ, അതിന് ലാഭം വരണം. കാരണം ലാഭം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സർവീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റുക, ബെറ്റർ ക്വാളിറ്റി ഓഫ് ഡെലിവറി കൊടുക്കാൻ പറ്റുക, പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പൊ എല്ലാവരും കയറിയിട്ടെങ്കിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല ഇതിന്റെ ഭാഗം കേട്ടോ. ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് പഠിക്കുക എന്ന് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ്. ഓണ്ടർപ്രണർഷിപ്പിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെൽഫ് ലേൺ ചെയ്യാൻ പറ്റും. ഞാൻ പല പുസ്തകങ്ങളും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലൈക്ക് നമ്മുടെ വെബിനാറിന്റെ എൻഡിലേക്കും നമ്മൾ കുറച്ച് പുസ്തകങ്ങളും മറ്റൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽസ് ബിൽഡ് ചെയ്യുക. രണ്ടാമത്തേത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മൂന്നാമത്തേത്, അതായത് ഫൗണ്ടേഷണൽ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തേത് ഓണ്ടർപ്രണർഷിപ്സ് പറഞ്ഞു. മൂന്നാമത്തേത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ
പേഴ്സണൽ ഡെവലപ്മെന്റ് നല്ലോണം ഫോക്കസ് ചെയ്യുക, സോഫ്റ്റ് സ്കില്ലുകളിൽ ഫോക്കസ് ചെയ്യുക. സോഫ്റ്റ് സ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല പ്രസന്റേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, നല്ല മാർക്കറ്റിംഗ് എബിലിറ്റി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകളുടെയും സർവീസുകളുടെയും ഒക്കെ ഉപഭോക്താവ് ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലേ. നമുക്ക് പൈസ തരുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പൊ നമ്മുടെ സർവീസ് കൺസ്യൂം ചെയ്യുന്നത് ഹ്യൂമൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഹ്യൂമൻസിനെ കൺവിൻസ് ചെയ്യാൻ അവരുടെ സൈക്കോളജി അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഹ്യൂമൻസ് എന്തിലാണ് എന്താ പറയുക ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, ഒരു പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഹ്യൂമൻസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ഭാഗമുണ്ട്. അതായത് പലപ്പോഴും ഉപകാരപ്പെടുക എന്നുള്ളത് പോലുമല്ല, ഇഷ്ടപ്പെടുക എന്നുള്ളതിനൊരു ഭാഗമുണ്ട്. എക്സ്പീരിയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഞാൻ ഇപ്പൊ മലപ്പുറത്ത് ഇരുന്നിട്ടാട്ടോ അപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നടന്നു പോകാം. അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, വെയിലും മഴയൊന്നും കൊണ്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ മോഡ് സെലക്ട് ചെയ്യുന്നില്ല. മാത്രമല്ല ഒരുപാട് ടൈം എടുക്കും. എനിക്ക് സൈക്കിളിൽ പോകാം, അത് അനദർ ചോയ്സ് ആണ്. പക്ഷെ എഗെയിൻ ഞാൻ ക്ഷീണിച്ച് ആ എക്സ്പീരിയൻസ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ആ സൈക്കിൾ എന്നുള്ള ഓപ്ഷനും മാറ്റുന്നില്ല. എനിക്ക് ബൈക്കിൽ പോകാം, എനിക്ക് കാറിൽ പോകാം. കാറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാധാ കാറിൽ പോകാം, റോൾസ് റോയ്സിൽ പോകാം. ഡിഫറൻസ് എന്താണ്? എല്ലാം ഒരേ ദൂരമാണ് കവർ ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ 50 കിലോമീറ്റർ ആണ് ദൂരം, 50 കിലോമീറ്റർ തന്നെയാണ് എല്ലാം കവർ ചെയ്യുന്നത്. ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ യാത്രയിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ഇനി എക്സ്പീരിയൻസ് ഒരു ഭാഗം, ഫാസ്റ്റർ യാത്ര അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അത് ഏരിയൽ ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട്, അങ്ങനെ ജെറ്റ് പാക്കുകൾ, അങ്ങനത്തെ പല ആശയങ്ങളിലായിട്ട് അത് വീണ്ടും മാറാം. അപ്പോൾ ഒരേ പ്രോബ്ലത്തെ നമുക്ക് പല രീതിയിൽ ഫിക്സ് ചെയ്യാം. പലതിനും പല കസ്റ്റമർ ബേസ് ഉണ്ടാകും. അപ്പോൾ നമ്മളെ കസ്റ്റമർ ആരാന്ന് തിരിച്ചറിഞ്ഞ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ആ കമ്മ്യൂണിറ്റിയോട്, നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിറ്റിയോട്, ഞാൻ ട്രാൻസ്പോർട്ടേഷൻ വെറും എക്സാമ്പിളിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്, ഈ തിങ്കിങ് എവിടെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ സംഭവം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സ്കോപ്പ് ഉണ്ടാവും ആലോചിക്കുക. അപ്പൊ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. ഇപ്പൊ നല്ല പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതല്ല, നല്ല രീതിയിൽ അത് എൻഡ് യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവിടെ ഒരു AI ജനറേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ അതൊന്നും മാത്രം മതിയാകില്ല. നല്ല സെയിൽസ്മാൻഷിപ്പ് വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വേണം. നമ്മുടെ ആശയങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുന്ന എക്സാമ്പിൾ തന്നെ ആലോചിക്കുക. എനിക്ക് നല്ല കോഫൗണ്ടറെ കിട്ടണം. അപ്പൊ എനിക്ക് നല്ല കോഫൗണ്ടറെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, നാലാളോട് വർത്താനം പറയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവസരം ആരും വന്ന് കൈ തരുമൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മളെ കയ്യിൽ എന്തൊക്കെ സ്കില്ലുണ്ടോ അത് എക്സിബിറ്റ് ചെയ്യാൻ കഴിയണം ഫസ്റ്റ് ഓഫ് ഓൾ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കേട്ടോ. ബേസ് ലൈക്ക് ഒരു അഡീഷണൽ കാര്യമായിട്ട് പറയാണ്, വാട്ട് എവർ സ്കിൽസ് യു ഹാവ് അതിനെ എക്സിബിറ്റ് ചെയ്യാൻ പഠിക്കണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയാം. അതായത് നിലവിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം, ലിങ്ക്ഡിനിൽ നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അത് മാനേജ് ചെയ്യാം, അതൊക്കെ ഒരു ഭാഗമാണ്. സോഷ്യൽ മീഡിയയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളെ പറ്റി നോക്കിയാൽ ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, അതൊക്കെ ഓക്കെ. സ്റ്റിൽ നല്ല ഒരു വെബ്സൈറ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പാസ്റ്റ് പെർഫോമൻസ്, നിങ്ങളുടെ മേജർ അച്ചീവ്മെന്റുകൾ, അക്കംപ്ലിഷ്മെന്റുകൾ ഒരാൾക്ക് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ ഒരു ലൈഫിന്റെ സമ്മറി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത് നന്നായിരിക്കും. അപ്പോൾ ലിങ്ക്ഡിൻ പേജും മറ്റുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലൊരു വഴിയാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പേഴ്സണൽ പേജ് ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് ഇപ്പൊ അത് AI ഒക്കെ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു AI വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങളെ പാസ്റ്റ് പെർഫോമൻസും നിങ്ങളുടെ ഒരു സ്ട്രോങ് പോയിന്റുകളും മറ്റൊക്കെ നന്നായിട്ട് ഷോക്കേസ് ചെയ്യും. അപ്പോൾ ഇതിൽ എത്രമാത്രം ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഇപ്പൊ ഞാനൊക്കെ ഹയർ ചെയ്യുന്ന സമയത്തൊക്കെ നോക്കുന്ന ഒരു കാര്യമാണ്, ഒരാള് അയാളെ എത്രമാത്രം നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പുഷ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ എത്ര നന്നായിട്ട് ഷോക്കേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുക. നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മളെ പൊസിഷൻ ചെയ്യുക. കോൺഫിഡൻസിന് ഭയങ്കര റോള് കൊടുക്കാറുണ്ട്. കാരണം ഒരാൾ കോൺഫിഡൻറ്റ് ഇനഫാണ്. ഇപ്പൊ ലോകം മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമേ സത്യം പറഞ്ഞ ലോകം മാറ്റുന്നുള്ളൂ. ലോകം മാറ്റാൻ പറ്റുമോ? ചിലപ്പം പറ്റുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല. അപ്പൊ ഒരു കാര്യത്തിലും കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് കോൺഫിഡൻസ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ വരും. പലപ്പോഴും ഞാൻ എപ്പോഴും ഒരു അനലോജി ആയിട്ട് നമ്മുടെ ഓഫീസിൽ ടീംമേറ്റ്സിന്റെ അടുത്തൊക്കെ പറയാറുണ്ട്. ഉണ്ട സിനിമയില്ലേ, മമ്മൂട്ടിയുടെ ഉണ്ട സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ത്രൂ ഔട്ട് ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു മമ്മൂട്ടി ആയിരിക്കും. ഭയങ്കര പേടിയാണ്, മൂപ്പർക്ക് സ്ട്രോക്ക് വരുന്ന പോലെയൊക്കെ ഉണ്ടാകും. ആ സിനിമയിൽ മൊത്തം ഉണ്ടയില്ല എന്നുള്ളൊരു പ്രശ്നത്തിൽ ആ മൊത്തം ടീമും അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ആ സിനിമ മൊത്തം കടന്നു പോകുന്നത്. ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലാത്തവരൊന്ന് കണ്ടു നോക്കി, ഞാൻ ഈ പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ ഒന്ന് കണ്ടു നോക്കി. എന്നിട്ട്
ലാസ്റ്റത്തെ ക്ലൈമാക്സിലുണ്ട് എന്താ പറയാ, നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മമ്മൂട്ടിയും ടീമും ഇറങ്ങിയിട്ടുണ്ട് ഒരു അടി അടിക്കാൻ. പിന്നെ അവർക്ക് ആരെയും പേടിയില്ല. അവര് നിൽക്കുന്ന ഒരു നൃത്തമുണ്ട്, ആ കോൺഫിഡന്റ് ആയിട്ടുള്ള നൃത്തം. അത് ആ സിനിമന്റെ എൻ്റയർ സാധനം നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കൊണ്ട് രോമാഞ്ചം വരും. അതായത് ആ ഒരാള് അയാളുടെ എബിലിറ്റി തിരിച്ചറിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ, റൈസ് ഓഫ് ഡ്രാഗൺ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലൊക്കെ ആ എബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് തുടങ്ങണം. അപ്പൊ ആ നമ്മളുടെ കോൺഫിഡൻസ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കില്ലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളെ സ്കിൽസ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് സ്കിൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് നിങ്ങളെ സർവൈവലിനെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്കില്ല് ഒരു പക്ഷേ നിങ്ങളെ പേഴ്സണൽ ഡെവലപ്മെന്റ് സ്കിൽസ് ആയിരിക്കും. കാരണം AI-ക്കും മറ്റുമൊക്കെ ഇത്രയും മീൻസ് ഇമ്മീഡിയറ്റ്ലി കോപ്പി ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള ഈ മനുഷ്യന്റെ ഈ എബിലിറ്റികളാണ്. അല്ലെങ്കിൽ എന്താണോ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആ സ്കില്ലുകളിൽ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ AI കാലത്ത് കരിയർ തിങ്കിങ് വരുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഒന്ന് ഫൗണ്ടേഷണൽ സ്കിൽസ് ബിൽഡ് ചെയ്യാം. ഇഫ് പോസിബിൾ ഡിഗ്രിക്ക് പോകുക. ഞാനിത് പറയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മിസ്ഗൈഡഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീണ്ടും ശ്രദ്ധിക്കുക. ഡിഗ്രിക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡിഗ്രി കോളേജുകളിലുള്ള ഇതിന്റെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് അതിന് ജോയിൻ ചെയ്താൽ കരിയർ സെക്യൂർ ആയി എന്ന് കരുതുന്നതിന് പകരം പാരലലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കിൽസ് ബിൽഡ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ഒരു സെൽഫ് കറക്റ്റിംഗ് അൽഗോരിതം നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാം. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ കോളേജിൽ പോകാൻ പറഞ്ഞത് എന്തിനാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പിയർ ലേണിംഗ് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് നിങ്ങളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മെന്റർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ബേസിക്കലി നിങ്ങൾക്കൊരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ടു സം എക്സ്റ്റെന്റ് നല്ല എക്സ്പേർട്ട് ആൾക്കാരെയും മറ്റൊക്കെ മീറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറ്റും. ഒരു ഷോർട്ട് ടേം സ്കില്ലിന്റെ മേലെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ടേം സർവൈവൽ ഉണ്ടാകും. ഞാൻ 3 തരത്തിലുള്ള സർവൈവലിനെ കുറിച്ച് പറഞ്ഞു. ക്വിക്ക് ആയിട്ട് പൈസ കിട്ടുന്നത്, നമ്മൾ പ്രസന്റിനെ സാക്രിഫൈസ് ചെയ്ത് ലോങ് ടേമിൽ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നത്, അതല്ല ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. ഒരു 10 വർഷമെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് ഒരു ഏർലി റിട്ടയർമെന്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ബിൽഡ് ചെയ്യേണ്ട സ്കില്ലുകളായിട്ട് ഞാൻ പറഞ്ഞത് അഡീഷണലി ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽസ് ആണ്. ഓണ്ടർപ്രണർഷിപ്പിൽ ഭയങ്കര ഫ്യൂച്ചർ ഉണ്ട്. കാരണം പുതിയ ടെക്നോളജികളും മറ്റൊക്കെ വരുന്ന സമയത്ത് അത് ജോലികളെ റീപ്ലേസ് ചെയ്തേക്കാം. പക്ഷെ എന്തുണ്ട്, ആ ടെക്നോളജികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ ബിസിനസ്സുകളും മറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ഞാൻ ഭയങ്കരമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, ആൾക്കാർ ഭയങ്കര നൗ കൾച്ചറിന്റെ ആൾക്കാരാണ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ആൾക്കാരാണ്. നല്ല ഭക്ഷണം കാണുന്നു, വലിച്ചു വാരി കഴിക്കും. അതല്ല ഡ്രഗ്സ് കാണുന്നു. അപ്പൊ നിങ്ങൾ ടീനേജേഴ്സ് ആണ്, നിങ്ങളോട് ഒരു സജഷൻ ആയിട്ട് പറയാനുള്ളത്, ഡ്രഗ്സ് ഒരു മോട്ടിവേഷനാണ്. അതായത് ഭയങ്കര സുഖമുണ്ട് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് സത്യസന്ധമായിട്ടും അറിയില്ല കേട്ടോ എന്താണ് ഈ ഡ്രഗ്സിന്റെ സുഖം. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് അതിനോട്ട് താല്പര്യമില്ല. ഞാൻ ജീവിതമാണ് ലഹരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ബുദ്ധി എന്നാട്ടോ പറയുന്നത്, മനുഷ്യനാണ്, ബുദ്ധിയാണല്ലോ. അപ്പോൾ ഈ നിലവിലെ ബുദ്ധി താളം തെറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ലഹരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വിക്ക് ആയിട്ടുള്ള സുഖത്തിന്റെ പിറകിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേമിന് അത് ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റി അത്ര തന്നെ ആൾക്കാർ ചിന്തിക്കാറില്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഒരു തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്ത് കള്ളത്തരവും എന്ത് കൊള്ളത്തരവും ഒക്കെ കാണിക്കാം, പക്ഷെ നിങ്ങൾ ആ ദിവസം അങ്ങ് മരിച്ചു പോകണം, അല്ലെങ്കിൽ ആ ദിവസം അങ്ങ് ലോകം അവസാനിക്കണം. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിച്ച ആൾക്കാരൊക്കെ നിങ്ങൾ നാളെ രാവിലെ എണീക്കുമ്പോൾ വീണ്ടും കാണേണ്ടി വരും. ആ ആൾക്കാരൊക്കെ നിങ്ങൾക്കെതിരെ തിരിയും. ഈ ബോധം പോലെ തന്നെയാണ് നിങ്ങൾ ഹെൽത്തിന്റെ കാര്യത്തിൽ. തോന്നിയ പോലെ വായിൽ വാരി വലിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, ഹെൽത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് തിരിഞ്ഞു കുത്തും. അപ്പൊ ആ തിരിഞ്ഞു കുത്തുന്ന പോയിന്റിൽ നമുക്ക് ഒരു പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ ക്യാൻസറും മറ്റൊക്കെ വരുന്ന അധികം ആൾക്കാരിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ യങ് ഏജിൽ ഒരു ശ്രദ്ധയും കൂടാതെ ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നീട്
അതൊരു ഇമ്പാക്ട് നമ്മളെ ലൈഫിൽ കാണിക്കാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പോകും. പക്ഷെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുന്ന പോലെ അത് ഉള്ളു പരമാവധി കിലുങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിയുന്ന പോയിന്റ് പിന്നെ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ ഭയങ്കരമായിട്ട് നോക്കുക. ലോങ് ടേം തിങ്കിങ് വേണം. ഭയങ്കരമായിട്ടും നൗ കൾച്ചറാണ് ആൾക്കാർക്കുള്ളത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് മരിക്കുന്നു നമ്മളാരും വിശ്വസിക്കുന്നില്ലല്ലോ. ലൈഫ് എക്സ്പെക്ടൻസി നോർമലി പറയുന്നത് 60-70 വയസ്സിലേക്ക് ജീവിക്കേണ്ടി വരും. ഇനി ഞാൻ അതിൽ വേറെ ഒരുപാട് പെർസ്പെക്റ്റീവുകളുണ്ട്. പൈസയുള്ള ആൾക്കാർക്ക് സൂപ്പർ ഹ്യൂമൻ ആവാനുള്ള പോസിബിലിറ്റി മറ്റൊക്കെ ഞാൻ വേറെ പറയാറുണ്ട്. അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ജനറലി നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യണം. ഇന്നത്തേത് മാത്രമല്ല. അപ്പൊ അതാണ് ഞാൻ ഈ ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ലോങ് ടേം സ്കില്ലുകൾ ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. ലോങ് ടേം സ്കില്ലുകൾ ഓണ്ടർപ്രണർഷിപ്പ് നല്ല ഒരു ലോങ് ടേം സ്കില്ലാണ്. അതുപോലെ തന്നെ സെൽഫ് ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്നത് ലോങ് ടേം സ്കില്ലാണ്. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും, ഇപ്പോഴൊക്കെ ഞാൻ കളിച്ച് നടക്കാം, പിന്നെ ജോലി ചെയ്യേണ്ടുന്ന പ്രായത്തിൽ അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ പോരെ എന്നുള്ള രീതിയിൽ. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഭയങ്കര വീക്കായിരിക്കും. നിങ്ങൾക്ക് അപ്പം പിടിച്ചിട്ട് പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ജോബ് മാർക്കറ്റിലേക്കുള്ള ദൂരം ഇനിയുള്ള കാലത്ത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഈ ഫൗണ്ടേഷണൽ സ്കില്ല് ബിൽഡ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇപ്പം ഞാൻ എന്റർടൈൻമെന്റും മറ്റൊക്കെ ആയിട്ട് നടക്കട്ടെ, ജോലി ചെയ്യുന്ന കാലത്ത് ചിന്തിച്ചാൽ പോരെ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇല്ല, ജോലി ഭാവിയിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി പോലും ഉണ്ടാവില്ല. ഞാനത് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു. AGI മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ AI ഈ ഒരു കറന്റ് പേസിൽ തന്നെ ഇംപ്രൂവ്ഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇത് നമ്മളെ അസിസ്റ്റീവ് ടെക്നോളജികളായിട്ട് വരും. രണ്ടാമത്തെ ഘട്ടത്തിൽ അത് റീപ്ലേസ്മെന്റ് ടെക്നോളജികളായിട്ട് വരും. മൂന്നാമത്തെ ഘട്ടത്തിൽ പെർമനന്റ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു ഘട്ടമൊക്കെ ഉണ്ട്. ഇതിനിടയിൽ തന്നെ പല സ്റ്റേജുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു മുൻപേ. ഇപ്പൊ ആഴ്ചയിൽ 5 ദിവസം എന്നുള്ള രീതിയിലേക്ക് മാറി. UAE പോലെയുള്ള സ്ഥലങ്ങളിൽ ആഴ്ചയിൽ 4 ദിവസം ജോലി എന്നുള്ളതിലേക്ക് മാറി. ഡെയിലി 8 മണിക്കൂർ ജോലി ചെയ്യാന്നുള്ളത് മാറിയിട്ട് ഇനി ഡെയിലി ഒരു 4 മണിക്കൂർ ജോലിയിലേക്കൊക്കെ മാറും. ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ വർക്ക് ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറും. കാരണം അത്ര മതിയാകും, ബാക്കി ടെക്നോളജി ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ വരും. ഇതിന്റെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറും. റോബോട്ടിക്സിലൊക്കെ വരുന്ന ഇന്നോവേഷൻസ് നോക്കുക. ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടുകൾ, അതിന്റെ പുതിയ ജനറേഷൻ റോബോട്ടുകൾ, അതുപോലെ OpenAI ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റോബോട്ടിക് കമ്പനിയെ കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആ മേഖലയിലൊക്കെ വരുന്നപ്പോൾ ആമസോൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റോബോട്ടിക് കമ്പനിയുടെ വാർത്ത വായിക്കേണ്ടായി. NVIDIA ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി വേറെ ഉണ്ട്, അത് വായിക്കേണ്ടായി. ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ റോബോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റോബോട്ടിക് ടെക്നോളജിയും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് നേടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നോളജികൾ ദേ ആർ കമ്മിങ് ആഫ്റ്റർ ജോബ്സ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിന്റെ ലേണിംഗ് കർവ് മുന്നത്തെ ഒരു ടെക്നോളജിയും പോലെയല്ല, ഭയങ്കര ഹൈ ആണ്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ മുൻപത്തെ ഒരു ജനറേഷൻ റിലാക്സ്ഡ് ആയ പോലെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ കരിയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഈവൻ ഇനിയിപ്പോൾ വെക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ സ്കിൽ കോഴ്സുകളും മറ്റും ചെയ്യണം. പക്ഷെ അത് ഡിഗ്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളത് ചെയ്യണം. കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആകണം. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ ജനറലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരാം. ലാസ്റ്റ് ഭാഗത്തിന് ശേഷം നമ്മുടെ ചോദ്യങ്ങൾ എടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ളത്, AI മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മേഖലകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. നേരത്തെ ഞാൻ NVIDIAയുടെ CEO പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് വീണ്ടും കണക്ട് ചെയ്യാം. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോ ഉണ്ടല്ലോ, വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 20-25 മിനിറ്റ്സുള്ള ഇന്റർവ്യൂ ആണ്, നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. ആ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് ലൈഫ് സയൻസസ് പഠിക്കാൻ പറയുന്നുണ്ട്. കാരണം ലൈഫ് സയൻസസ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിൽ നമുക്ക് ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഹെൽത്ത് കെയറിൽ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഭാഗത്ത് നമുക്ക് വലിയ പൊട്ടൻഷ്യൽ ഇനിയുള്ള കാലത്തും ഉണ്ടാകും, അല്ലെങ്കിൽ സമീപകാലത്ത് ഇനിയും ആ മേഖലയിൽ വലിയ പൊട്ടൻഷ്യലിനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സ്റ്റിൽ അത് AGI ഒക്കെ ഈ മേഖലയിൽ എത്രമാത്രം വരും, ഇതെന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ നല്ല ഫൗണ്ടേഷണൽ സ്കില്ലുകൾ നമ്മൾ ലൈഫ് സയൻസ് സെഗ്മെന്റിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ള കാര്യം ഇനി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇനി അതിന്റെ ആവശ്യം ഉണ്ടാകില്ല. നിങ്ങളൊന്നും ജോലി ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊന്നും ഭക്ഷണം മുടങ്ങാനുള്ള ചാൻസ് ഇല്ല, എന്റർടൈൻമെന്റ് കിട്ടാതിരിക്കില്ല, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ നിങ്ങൾക്ക് ഉണ്ടാകും, യൂണിവേഴ്സൽ ബേസിക് സർവീസസ് എന്നുള്ള ഒരു ആശയം ലോകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതാവില്ലേ പ്രശ്നം ഉണ്ടാവുക. നമുക്ക് ലൈഫിനെ മോർ മീനിങ് ഫുൾ ആക്കുന്ന ജോലി എന്നുള്ള കാര്യമൊക്കെ ഉണ്ടാവില്ലേ, ആ സംഭവം ചെയ്യാൻ
ഇനിയുള്ള കാലത്ത് കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പോൾ കുറച്ചും കൂടെ പാഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ എടുക്കുക. അല്ലാതെ എനിക്ക് ഒരുപാട് ആൾക്കാർ കമന്റിലൊക്കെ ചോദിക്കുന്നതാണ്, കമന്റിൽ മാത്രമല്ല പേഴ്സണലി മെസ്സേജ് ഒക്കെ അയക്കും, അതായത് ഏത് കോഴ്സ് എടുക്കേണ്ടത്, ഏത് ബിടെക് എടുക്കേണ്ടത്. ഇല്ല, അങ്ങനെ ഒരു സംഭവേ ഇല്ല, അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. പകരം നമ്മളൊന്ന് സെൽഫ് എക്സ്പ്ലോർ ചെയ്യുക, നമ്മളൊരു സെൽഫ് റിസർച്ച് ചെയ്യുക. സെൽഫ് റിസർച്ചിനെ വെല്ലാനൊന്നുമില്ല. കാരണം നിങ്ങൾ 10-20 കൊല്ലമായിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങൾ നിങ്ങളായിട്ട് ജീവിച്ചിട്ട് പിന്നെ പറയാണ് എനിക്കൊരു കരിയർ റെക്കമെൻഡ് ചെയ്യും, കോഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുള്ളത്. അതായത് നിങ്ങൾ ഇനിയുള്ള ഫ്യൂച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി വേറെ ഒരാളുടെ തലയിലേക്ക് ഇടുക. എത്രമാത്രം പൊട്ടത്തരാന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കാണ് നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ അറിയാം, നിങ്ങളുടെ പാഷനെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയാം. അപ്പോൾ നിങ്ങൾ കുറച്ച് മെനക്കെടാൻ തയ്യാറായാൽ, സെൽഫായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ബെറ്റർ കരിയറും മറ്റു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് വേറൊരാളുടെ റെക്കമെൻഡേഷൻ അല്ല. ജനറലി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ അപ്ലിക്കബിൾ ആണ്. എന്ത്, ലോകം ഈ ദിശയിലാണ് പോകുന്നത്, ഇന്ന മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഈ മാറ്റങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ട് ബിൽഡ് ചെയ്യേണ്ട സ്കില്ലുകൾ ഇതാണ്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങൾ പോകുന്നത് നന്നായിരിക്കും. ഇനി അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് ഹെൽത്ത് കെയർ, ലൈഫ് സയൻസസ്, ഈ മേഖലയിൽ AI മറ്റു കാര്യങ്ങളും ഇമ്മീഡിയറ്റ്ലി വന്നാൽ പോലും ഇതിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ഇന്നും വലിയ പ്രോബ്ലങ്ങളായിട്ട് കാണുന്ന പല മേഖലകളിലും നമുക്ക് ഇനിയും മെഡിസിൻസും മറ്റു കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഹെൽത്ത് കെയറിൽ ഇനിയും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അതായത് ആൾക്കാർക്ക് രോഗമായിട്ടിരിക്കുന്ന ഒരു ദിവസം പോലും ഇല്ലാത്ത ഒരു നല്ല ഭാവിയൊക്കെ ഒരു പക്ഷെ ഭാവിയിൽ വന്നേക്കാം. അതൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ, ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഹെൽത്ത് കെയർ മാത്രമല്ല, പിന്നെ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റുകൾ വരാം. പ്യൂരിഫൈഡ് എയർ ഉണ്ടാവണം, പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ടാകണം, നല്ല എൻവയോൺമെന്റ് ഉണ്ടാകണം. ഇതൊക്കെ നമുക്ക് അസോസിയേറ്റഡ് ഹെൽത്തിന്റെ ഒരു ആൻസിലറി സെഗ്മെന്റ്സ് ആയിട്ട് പറയാം. അപ്പൊ ഇവിടെയൊക്കെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നല്ല സ്കോപ്പ് ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവിടെയൊക്കെ ഓണ്ടർപ്രണർഷിപ്പിന് നല്ല സ്കോപ്പ് ഉണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ എനർജിയാണ്. സസ്റ്റൈനബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇത്രയൊക്കെ ഇപ്പോൾ സിലിക്കൺ ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ലോകത്തിലേക്ക് മാറുകയാണ്. കൂടുതൽ പവർ വേണം, എല്ലാം ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇലക്ട്രിക് കാറുകൾ, കാര്യങ്ങൾ, പിന്നെ ഒരുപാട് കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ് വരുന്നു, ഡിജിറ്റൽ കറൻസികൾ വരുന്നു. അപ്പോൾ ഇതിനൊക്കെ നിർബന്ധമായിട്ടും കൂടുതൽ നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ടി വരും. അപ്പോൾ ഇലക്ട്രിസിറ്റി പുതിയ ഫോം ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എനർജി എന്നുള്ള സെഗ്മെന്റിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ലോക്കലൈസ്ഡ് സൊല്യൂഷൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഉണ്ടാകും. ഒരുപാട് ടെക്നോളജിക്ക് സ്കോപ്പ് ഉണ്ട്. റീസൈക്ലിംഗ് ഭയങ്കരമായിട്ട് സ്കോപ്പ് ഉണ്ട്. കാരണം നമുക്കറിയാം ഈ നമ്മൾ ഹെൽത്തിനെ കുറിച്ചും അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തെ കുറിച്ചൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു ചിന്ത എന്താണെന്നറിയോ. ഇപ്പൊ ഹെൽത്ത് ഞാൻ ആക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ശരീരമാണ് എനിക്കുള്ളത്. ഞാൻ ചിലപ്പോൾ കുറച്ച് നീളം കുറഞ്ഞ ആളായിരിക്കും, ഞാൻ കുറച്ച് തടി കൂടിയ ആളായിരിക്കും, ഞാൻ അത്ര ചിലപ്പോൾ കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ശരീരമാണ് എനിക്കുള്ളത്. അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കറന്റ്ലി നമുക്കുള്ളത് ഈ ശരീരമാണ്. ഈ ശരീരമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ ബെറ്റർ ആയിട്ട് കൊണ്ടെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചോയ്സ് ഉള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളതിൽ പ്രോ ലെവലൊന്നും ആവില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എത്രയൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാലും ഞാൻ ഷാറൂഖ് ഖാൻ ആവില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ആൾക്കാരായ ലോകത്ത് ലൈക്ക് അങ്ങനത്തെ അതൊന്നും ഞാൻ ആവില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ഇന്നലെകളെക്കാൾ ഇന്ന് ബെറ്റർ ആകാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു കാര്യത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാണ്, നല്ല ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിലൂടെ ആ കൺസിസ്റ്റൻസി വഴി എനിക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ കാര്യത്തിലും അതെ. നല്ല ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ എന്തിലും. ഇന്നത്തെ ആൾക്കാർക്ക് ഇപ്പോൾ AI ഒക്കെ വന്നു കഴിഞ്ഞാലും, ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോയിലും പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് AI ഒക്കെ വന്നു കഴിഞ്ഞാലും മനുഷ്യർ റെലവെന്റ് ആകുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ലൈക്ക് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. മനുഷ്യർ റെലവെന്റ് ആകുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർ അത്ര സെൽഫ് മോട്ടിവേറ്റഡ് അല്ല, മനുഷ്യർ അത്ര തന്നെ ഡിസിപ്ലിൻഡ് അല്ല. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെക്കാളും ഒരുപാട് മുൻപിൽ പോകും. അത് ആലോചിച്ച് നോക്കി. നമ്മളെ കൂട്ടത്തിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ പഠിക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന, ഉത്തരവാദിത്വ ബോധമുള്ള ആൾക്കാർ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു നോർമൽ ആളെക്കാളും ഒരുപാട് മുൻപിലാകും. ഒരു ആവറേജ് ആളെക്കാൾ എപ്പോഴും മുൻപിലാകും. കാരണം 99% ആൾക്കാർക്ക് ഫോക്കസ് ഇല്ല ലൈഫിൽ. നിങ്ങൾ ഈ ജനറേഷൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു സാധനമായിരിക്കും ഫോക്കസ് ഉണ്ടാവില്ല. ലൈഫിൽ ഫോക്കസ് ഉണ്ടാവില്ല, ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. ലോകമൊക്കെ മാറ്റണം എന്നായിരിക്കും രാത്രി കിടക്കാൻ നേരത്തുള്ള ഒരു മൂഡ്, പക്ഷെ രാവിലെ നേരത്തെ എണീക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. ലോകം മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം എണീക്കണമല്ലോ. അപ്പൊ ആ പ്രശ്നം എപ്പോഴും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും മറ്റൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ, അപ്പൊ അതെല്ലാം ഫിക്സ് ചെയ്യാന്നുള്ളത് ഹ്യൂമൻസിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയാണ് മര്യാദക്ക് പെരുമാറുന്ന ഹ്യൂമൻസിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഏറ്റവും വലിയ സാധ്യത. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ചിലതൊക്കെ നമ്മൾ അംഗീകരിക്കുക, എനിക്ക് ഈ ശരീരമാണുള്ളത്, ലൈക്ക് ഞാൻ ഇത് ബെറ്റർ ആക്കും. അതുപോലെ ഈ ഭൂമിയാണ് നമുക്കുള്ളത്,
ഈ ഭൂമി മികച്ച ആവാസ വ്യവസ്ഥയായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ടെക്നോളജി ഒരുപാട് ലെവറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീസൈക്ലിംഗ് എക്കോണമി, സർക്കുലർ എക്കോണമി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ നല്ല സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ സസ്റ്റൈനബിൾ എനർജി എന്നുള്ള ഒരു സെഗ്മെന്റ് ആലോചിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഹെൽത്ത് കെയർ നല്ല ഡിമാൻഡുള്ള ഒരു ഏരിയയാണ്. ലൈഫ് സയൻസസ് ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഏരിയയാണ്. അതുപോലെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കിടക്കുന്നത്. ഇപ്പോൾ ജിമ്മിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജിമ്മിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം സെൽഫ് മോട്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറച്ച് കാലം കൊണ്ട് ജിമ്മ് നിർത്തും. കാരണം നമ്മൾ ആരെങ്കിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യണം. അതാ 99% ആൾക്കാർക്ക് സംഭവിക്കില്ല. അതാണ് ജിമ്മിൽ വരുമ്പോൾ നിർത്താനുള്ള കാരണം പോകാനൊരു മോട്ടിവേഷൻ ഇല്ല. അപ്പൊ നല്ലൊരു ട്രെയിനർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും ജിമ്മിലേക്ക്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വെയിറ്റ് എടുക്കാനും കൂടുതൽ റെപ്സ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ കട്ടിയേറിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാനൊക്കെ അവർ നമ്മളെ തല്ലിയിട്ടോ കുത്തിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യും. അതൊന്നും ഒരു റോബോട്ടിന് ഈസി ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എഡ്യൂക്കേഷൻ സ്പേസിൽ കോച്ചിങ്, മെന്ററിങ്, ട്രെയിനിങ് ഈ മേഖലയിലൊക്കെ ഹ്യൂമൻ ബീങ്സിന്റെ ഇൻഫ്ലുവൻസിന് വലിയ പങ്കുണ്ട്. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ സെൽഫ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകളുടെ കാര്യം ആലോചിച്ച് നോക്കുക. പല ഓൺലൈൻ കോഴ്സുകൾക്കും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കൂല. റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് അല്ല, നിങ്ങൾക്ക് ആ ഡിസിപ്ലിൻ ഇല്ല. അപ്പൊ ആ ഡിസിപ്ലിനും മറ്റും ഉള്ള ആൾക്കാർ നിങ്ങളെക്കാളും മുൻപിൽ പോകും. നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, കോഴ്സ് തുടങ്ങുന്ന പോയിന്റിൽ നിങ്ങൾക്ക് അറിയാം ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നന്നാകും എന്നുള്ളത്. പക്ഷെ ആ കോഴ്സ് ചെയ്യുന്ന ഓൺ ഡ്യൂറേഷൻ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളെ ഫോക്കസ് തെറ്റും, വേറെ എന്തെങ്കിലും പ്രയോറിറ്റി വരും, അപ്പൊ അതിന്റെ പിറകിൽ പോകും. അപ്പോൾ ഇങ്ങനെ ഇത് വലിയ വലിയ ഞാൻ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ആളായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരുപാട് സർവേസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാള് ഒരു ഓൺലൈൻ കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാനുള്ള ചാൻസ് വെറും 6% ആണ്. 6% കണ്ടാണ്. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണുള്ളതെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ അതുകൊണ്ട് ഭയങ്കര സ്കോപ്പ് കാണുന്നുണ്ട്. മറ്റൊരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ആകാനുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ നല്ല ക്വാളിറ്റി ലിവിങ് ഒക്കെ ഉള്ള ഒരു നാട്ടിൽ പോകുമ്പോഴാണ് മനസ്സിലാവുക നമ്മളെ നാട്ടിനെ എടുത്തിട്ട് കിണറ്റിലിടാനൊക്കെ തോന്നും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മേഖലകൾ ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട്. പുതിയ ബിസിനസ് മോഡലുകളൊക്കെ വരും. അപ്പൊ ഗവൺമെന്റ് തന്നെ നോക്കി പുതിയ കൈൻഡ് ഓഫ് PPP മോഡലുകൾ, 4P മോഡലുകൾ, അങ്ങനത്തെ പുതിയ പുതിയ കൺസെപ്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് നിർബന്ധമാണെന്നറിയാം, പക്ഷെ ഗവൺമെന്റിന്റെ അടുത്ത് അതിന് ഫണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഗവൺമെന്റ് അതിന് പുതിയ മോഡലുകൾ കൊണ്ടുവരും. ആസ് എൻ ഓണ്ടർപ്രണർ നിങ്ങൾക്കും ഒരുപാട് പുതിയ മോഡലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഒരുപാട് ഭൂമി ചെയ്യാനുള്ള ചാൻസ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഫിസിക്കൽ വേൾഡിലുള്ള കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഇനി ഇതുപോലെ തന്നെ ഡിജിറ്റൽ വേൾഡുകളുടെ കൺസ്ട്രക്ഷനും മറ്റുമൊക്കെ അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇൻഡസ്ട്രിയാണ്, മെറ്റാവേഴ്സ് പോലെയുള്ള ടെക്നോളജികളുടെ കാര്യത്തിലൊക്കെ. പിന്നെ മറ്റൊരു മേജർ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 3D പ്രിന്റിംഗ് ആസ് എ ടൂൾ, അത് അപ്ലൈ ചെയ്യുന്ന മറ്റ് ഇൻഡസ്ട്രികൾ. ഇപ്പോൾ 3D പ്രിന്റിംഗ് ഭയങ്കരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒന്ന് നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യങ്ങൾ, നമ്മുടെ പല്ല് അല്ലെങ്കിൽ നമ്മുടെ ജോ, അങ്ങനത്തെ ബോഡി പാർട്സ്, ബയോ 3D പ്രിന്റിംഗ്, ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങളുണ്ട്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അഡിറ്റീവ് മാനുഫാക്ചറിങ് ആണ്, അവിടെ ഭയങ്കര ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ജനറൽ പർപ്പസ് ടെക്നോളജികൾ എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. ബ്ലോക്ക് ചെയിൻ ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoT ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ വിർച്വൽ റിയാലിറ്റി, ഇങ്ങനത്തെ ടെക്നോളജി, റോബോട്ടിക്സ്, ഇതൊക്കെ ഒരു ജനറൽ പർപ്പസ് ടെക്നോളജികളാണ്. അപ്പോൾ ഇത്തരം ടെക്നോളജികളുടെ മേലെ നിങ്ങളൊരു ഗ്രാസ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ എനി സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ സെക്ടറിൽ അത് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള കരിയറും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ഇനിയുള്ള കാലത്ത് ഏതൊക്കെ മേഖലയിലാണ് സ്കോപ്പ് ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്നത്. ചില ആൾക്കാർ ഇനി അഗെയിൻ ഒരു ഷോർട്ട് ടേം തിങ്കിങ്ങിന്റെ ആൾക്കാരുണ്ട്. അതായത് ട്രേഡർ ആയാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. +2 പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് പൈസ കിട്ടാൻ എന്താ വഴി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ട്രേഡിങ് ചെയ്തു എന്ന് ക്ലെയിം ചെയ്യുന്ന പല ആൾക്കാരും ട്രേഡിങ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ട്രേഡിങ്ങിന്റെ കോഴ്സ് വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ഡാറ്റയൊക്കെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഇൻവെസ്റ്റിംഗ് ലോങ് ടേം എപ്പോഴും നല്ലതായിരിക്കും. നല്ല കമ്പനികൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി പ്രോഗ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് നല്ലതായിരിക്കും.
പക്ഷേ ട്രേഡിംഗ് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡാറ്റയിലേക്കും മറ്റുമൊക്കെ വരുമ്പോൾ നമ്മളെക്കാളും ബെറ്റർ എഐയും ബെറ്റർ ടൂളുകളൊക്കെ ഉണ്ടാവുക വലിയ കോർപ്പറേഷൻ്റെ കയ്യിലായിരിക്കും, വലിയ കോർപ്പറേഷനുകളുടെ കയ്യിലായിരിക്കും, വലിയ വലിയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ കയ്യിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെറിയ മീനിനെ പിടിക്കാൻ പോകുന്നത് പോലും ഒരു പക്ഷേ നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങുന്ന തിമിംഗലമായിട്ടും മറ്റുമൊക്കെ അവർക്ക് മാറാനുള്ള ഒരു പോസിബിലിറ്റി എഐ പോലെയുള്ള ടെക്നോളജികൾ വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെറ്റർ, ഞാൻ അഗൈൻ പറയുന്നു, എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾ. ആരെങ്കിലൊക്കെ ഇതിന്റെ പേരിൽ കഴിച്ചിലായിട്ടുണ്ടാവും, അതില്ലാന്നൊന്നുമല്ല പറയുന്നത്. എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങളിത് ഒരു ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് കാണരുത്. ഇൻവെസ്റ്റിംഗ് തിരക്കിടില്ല, അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഞാനൊരു പെർട്ടിക്കുലർ കരിയറിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാത്തത്. അത് നിർബന്ധ ബുദ്ധിയോട് കൂടി അത് ചെയ്യണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഇനി ജസ്റ്റ് ഒരു ഇഡാപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിൽ 2017 ഞാൻ തുടങ്ങിയ കമ്പനിയാണ് ഇഡാപ്റ്റ്. ഇപ്പോൾ 7 വർഷം പൂർത്തിയായി. നമുക്ക് ലോകവ്യാപകമായിട്ട് ഏകദേശം 100 രാജ്യങ്ങളിൽ പരം ഏകദേശം 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ ടെക്നോളജികളെയും അത്തരം കാര്യങ്ങളെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് 3 ലെവൽ പ്രോഗ്രാമുകളാണുള്ളത്. സ്കൂളിങ്ങിൽ നമുക്ക് ഹെലോ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അത് KG തൊട്ടിട്ട് മുതിർന്ന ക്ലാസ്സുകൾ വരേക്കും കുട്ടികൾക്ക് ടെക്നോളജി സ്കില്ലുകൾ പഠിപ്പിക്കുക. അതായത് നിലവിൽ സ്കൂളുകളിൽ IT സ്കില്ലുകളിലാണല്ലോ കൂടുതൽ ഉണ്ടാവുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. പക്ഷെ സ്കൂളിങ്ങിൽ തന്നെ കുട്ടികൾക്ക് ടെക്നോളജി ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയൊരു പ്രോഗ്രാമാണ്. അത് ഇന്ന് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റിലുള്ള നമ്മുടെ ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു മേഖലയാണ്. സ്കൂളിൽ IT കരിക്കുലവുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ സ്കൂളിലെ നിലവിൽ IT കരിക്കുലത്തെ ടെക്നോളജി എഡ്യൂക്കേഷൻ ആയിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ഈവൻ ജനറേറ്റീവ് AI വരെ നമ്മൾ സ്കൂളിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പുതുക്കുന്ന സിലബസ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഭയങ്കര കോർ സെഗ്മെന്റ് ആണ്, ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് സിംഗപ്പൂർ എഡ്യൂക്കേഷൻ, ഇസ്രായേൽ എഡ്യൂക്കേഷൻ, അതുപോലെ ജപ്പാൻ എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള ഫിൻലൻഡ് എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള വേൾഡിലെ ബെസ്റ്റ് മോഡലുകളെ ഫോളോ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിൽ നന്നായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളെ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും സ്കൂൾ മാനേജ്മെന്റുകളായിട്ടോ മറ്റൊക്കെ ബന്ധമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് റീച്ച് ഔട്ട് ചെയ്താൽ നിങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ വളരെ ചെറിയ ചിലവുള്ള, ലൈക്ക് 500 രൂപയിൽ താഴെ ഒരു കൊല്ലത്തിൽ ഒരു കുട്ടിക്ക് ചിലവ് വരുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് ഈ ഹെലോ AI എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ടെക്സ്റ്റ് ബുക്കും മറ്റു കാര്യങ്ങളും LMSും അങ്ങനത്തെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അപ്പോൾ മാത്രമല്ല നമ്മൾ എല്ലാ സ്കൂളിലും ആ സ്കൂളിൻ്റെ അകത്ത് ടീച്ചേഴ്സിനെ AI മറ്റൊക്കെ ഉപയോഗിക്കാനും മറ്റൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഹെലോ AI എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ChatGPTയുടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സും മറ്റൊക്കെ കൊടുക്കുന്നതായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്, നമ്മളാണ് അത് ആദ്യം തുടങ്ങിയത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ആ സെഗ്മെന്റിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. കാരണം ഞാനിത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ക്വാളിറ്റി ഓഫ് ആൻസറിൽ വലിയ ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി. എനിക്കൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം തുടങ്ങിയത് നമ്മളാണ്. അത് മലയാളത്തിൽ എന്തായാലും നമ്മളാണ്, അതിലൊരു അപ്പീലും ഇല്ല. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ 10,000-കണക്കിന് ആൾക്കാർ അതിന്റെ ഭാഗമായിട്ട് ബെനിഫിറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രോഗ്രാമിനെ നമ്മൾ പ്രൊഫഷൻ ഓറിയന്റഡ് ആയിട്ട് മാറ്റി. പ്രൊഫഷൻ ഓറിയന്റഡ് ആയിട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ജനറലി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാം, കൂടാണ്ട് ഓരോ പ്രൊഫഷനകത്തും എങ്ങനെയാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ ഉപയോഗിക്കുക, ഏത് AI ടൂളുകളായിരിക്കും അതിന് ബെസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗും പഠിപ്പിക്കും, അതിന്റെ കൂടെ തന്നെ അതിൽ AI യൂസേജ് എന്താണ് അതിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എക്സൽ ആണ്, ഇപ്പോൾ ബിസിനസ് വേൾഡിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സൽ താങ്ങി നിർത്തും എന്നൊക്കെ പറയാം. അപ്പോൾ എക്സൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാം, ഇപ്പോഴും നല്ലൊരു സ്കില്ലാണ്. അപ്പോൾ എക്സൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിന് AI വെച്ചിട്ട് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ള കോഴ്സ് നമുക്കുണ്ട്. കോപ്പി റൈറ്റിംഗ് ഇൻഡസ്ട്രി പ്രൊഫഷണലി നല്ലൊരു സ്കില്ലാണ് കോപ്പി റൈറ്റിംഗ്. എൻട്രി ബാരിയർ വളരെ കുറവാണ്, പക്ഷേ എഗെയിൻ അതിന് ഒരുപാട് ലോജിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അതിൽ AI ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന AIകൾ പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചേഴ്സിന് AIകൾ, അങ്ങനെ ഓരോ പെർട്ടിക്കുലർ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കൊടുക്കുന്ന നമുക്കൊരു ടെക്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, TECHNI. നമുക്ക് ഗ്രൂപ്പിലും മറ്റൊക്കെ നിങ്ങൾക്ക് അതിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക്. പിന്നെ മൂന്നാമത്തേത് നമ്മുടെ ഒരു ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ ഇഡാപ്റ്റിന് 3 സെന്ററുകൾ ഉണ്ട്. ഒന്ന് കോഴിക്കോട് ഹൈലൈറ്റിലാണ്. കോഴിക്കോട് ഹൈലൈറ്റിൽ അത് ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയ സെന്ററാണ്. രണ്ടാമത്തെ സെന്റർ ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന മലപ്പുറത്ത് ഇങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, ഇങ്കലിലുള്ള സെന്ററാണ്. മൂന്നാമത്തെ സെന്റർ പെരിന്തൽമണ്ണ, മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള സെന്ററാണ്.
ഇത് മൂന്നും ഓഫ്ലൈൻ സെന്റേഴ്സ് ആണ്. അപ്പോൾ ഈ സെന്ററുകളിൽ വെച്ചിട്ട് കമ്പനിയുടെ സീനിയർ ടീം നേരിട്ട് പഠിപ്പിക്കുന്ന തരത്തിലുള്ള നമുക്കൊരു ടെക്നോളജി ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ലോങ് ടേം സ്കില്ലുകൾ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സംതിങ് നൗ കൾച്ചറിനതൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ആ കാര്യം മുഴുവനാക്കിയില്ല. അതായത് എൻവിഡിയുടെ സിഇഒ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞല്ലോ, എൻവിഡിയുടെ സിഇഒ പ്രോഗ്രാമിംഗ് ആസ് എ സ്കില്ല് ആവശ്യം ഉണ്ടാവില്ല. കാരണം കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യന്റെ ഭാഷ മനസ്സിലാവാത്തത് നമ്മുടെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ടെക്നോളജിസ്റ്റുകൾ അത് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ അത് യന്ത്രങ്ങൾ തന്നെ കോഡിങ് ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഡിംഗ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രോഗ്രാമർ ചെയ്യുന്ന കാര്യങ്ങളിൽ 25% ഭാഗമാണ്. അത് ഒറ്റയടിക്ക് ഒരു പക്ഷെ കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ടാകില്ല. ഒരു 3-4 ഇയേഴ്സ് 5 ഇയേഴ്സ് ഒക്കെ വരും. പിന്നെ ഇത് പല ലെവൽ ഓഫ് ഡിപ്ലോയ്മെന്റ് ഉണ്ടാവും. എല്ലാവർക്കും ഇത് ഒരേ ടൈമിൽ എത്തൂല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന AI കിട്ടിയാൽ, നിങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാമിംഗ് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ AIനെ യൂസ് ചെയ്തിട്ട് നാട്ടിലുള്ള സകല ആൾക്കാർക്ക് ആപ്പ് ഉണ്ടാക്കി കൊടുത്തോളി, വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തോളി, ബാക്കിയുള്ള എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തോളി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തായി, ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലും കൂടിയുള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അതിന്റെ മേലെ ഇട്ട ടൈമും എഫേർട്ടിന്റെയും 10 മടങ്ങ് നിങ്ങൾക്ക് കുറഞ്ഞ പീരീഡിനകത്ത് കിട്ടും. കാരണം എല്ലാ നാട്ടിലും ഇത് ഒരേ രീതിയിൽ ഡിപ്ലോയിഡ് ആവുന്നില്ല. ഇപ്പൊ ലോകത്ത് എത്ര കോടി ആൾക്കാരുണ്ടെന്ന് ആലോചിച്ച് നോക്കി. 800 കോടി 900 കോടി ആൾക്കാരുണ്ട്. ഇപ്പോഴും ChatGPT സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ 10 കോടി ആൾക്കാർ മാത്രമേ ഉള്ളൂ. 1%-1.5% ആൾക്കാരേ ഉള്ളൂ. AI ടൂളുകളും മറ്റൊക്കെ ലോകത്ത് വന്നിട്ടും അതിന് ഇപ്പോഴും ഒരു മെയിൻ സ്ട്രീം ആൾക്കാർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന AI വന്നു കഴിഞ്ഞാൽ പോലും ലോക്കലി നമുക്ക് ഒരുപാട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും മറ്റൊക്കെ ബിൽഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രോഗ്രാമേഴ്സ് ആവശ്യം ഉണ്ടാകും. അപ്പോൾ എൻവിഡിയ സിഇഒ ഒരു ഹയർ ലെവലിലുള്ള കാര്യം പറയുന്നത്, ഒരു അഡ്വാൻസ്ഡ് എക്കോണമിയിലുള്ള കാര്യം പറയുന്നത്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഒരു കാര്യത്തിൽ നമുക്കറിയാം നമ്മളെ നാട് കുറച്ച് ബാക്ക്വേർഡ് ആണ്. പക്ഷെ അത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ നാട് ബാക്ക്വേർഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ടെക്നോളജി ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ വെറും പ്രോഗ്രാമിംഗ് അല്ല പഠിപ്പിക്കുന്നത്, നമ്മൾ അതിന്റെ കൂടെ ഓണ്ടർപ്രണർഷിപ്പ് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സോഫ്റ്റ് സ്കില്ല്, വിർച്വൽ റിയാലിറ്റി വഴി സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും മറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്കൊന്ന് നമ്മൾ മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു കേട്ടോ. IIT മദ്രാസിന്റെ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു പാർട്ട്ണറാണ് ഇഡാപ്റ്റ്. നമുക്ക് മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ക്വാളിറ്റിയുടെ ഒരു റെക്കഗ്നീഷൻ ആണ്. നമ്മൾ ഒരുപാട് കാലം IIT-യുമായിട്ട് അപ്രോച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റെക്കഗ്നീഷൻ കിട്ടിയത്. അപ്പോൾ IIT-യുമായി ചേർന്നിട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാമുകൾ ഈ വെക്കേഷനിലേക്കൊക്കെ റെഡി ആക്കുന്നുണ്ട്. IIT സർട്ടിഫൈഡ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കിട്ടും. ഈവൻ IIT പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ അത് വെക്കേഷനിലേക്ക് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായിട്ടില്ല, കുറച്ച് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. രണ്ടാമത്തേത്, നമ്മളൊരു ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ട്രെൻഡിന് പിറകെ പോകുന്ന ആളാണ്. ട്രെൻഡിന് പിറകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാറ്റം എന്നുള്ളത് ഒബ്സർവ് ചെയ്യും, അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കും, അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതിൽ ഞാൻ അങ്ങനെ ഹിഡിയസ് ആവുന്നൊന്നുമില്ല, ഇതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയതാണ്, ആൾക്കാർക്ക് ബിസിനസ് മാനേജ്മെന്റ് ആസ് എ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലുകൾ പഠിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം സക്സസിന് അത് ഭയങ്കര ഗ്യാരണ്ടി നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിലൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക. കാരണം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൾക്കാർക്ക് ഇത് വേണം, ഇത് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അപ്പോൾ ഈ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സർവൈവലും മറ്റു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി ലീഡർഷിപ്പ് പ്രോഗ്രാം, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI. ഡെഫിനറ്റ്ലി AI ഇല്ലാത്ത ഒരു കളി നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പോയിന്റ്. നമ്മളെയൊക്കെ ബുദ്ധിയുടെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനും നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനും സമയം കുറയ്ക്കാനും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് കൂട്ടാനും ഒക്കെ കഴിയുന്ന ഒരു ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമുകൾ നമുക്കുണ്ട്. അപ്പൊ അത്തരം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതെല്ലാം 4 month പ്രോഗ്രാംസ് ആണ്. നമ്മുടെ 3 സെന്ററുകളിൽ ഫിസിക്കലായിട്ട് കൊടുക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഞാൻ ഇടയ്ക്ക് പവർ സെഷൻസ് ആയിട്ട് വരാറുണ്ട്, നേരിട്ട് സംസാരിക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ഇനി അങ്ങോട്ടൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നടക്കാം. ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞോളൂ. അല്ല എല്ലാവരും ഈ കോഴ്സിന് ജോയിൻ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. യൂണിവേഴ്സൽ ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടുന്ന സ്കില്ലുകൾ, ഇന്ന് മാർക്കറ്റിൽ ഡിമാൻഡുള്ള സ്കില്ലുകൾ, ഈ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങളെ കോഴ്സിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ബേസിക്കലി എന്താണ്, എഡ്യൂക്കേഷനെ പുതിയ കാലത്തേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ട്രെൻഡിന്റെ കൂടെ പോകണം. അപ്പം നമ്മൾ ട്രെൻഡ് കണ്ടിട്ടാണ് ഈ മേഖലകളിലേക്കൊക്കെ മൂവ് ഓൺ ചെയ്തത്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ദെൻ മറ്റൊരു എൻ്റെ ഭാഗം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് പുസ്തകങ്ങൾ വായിക്കാനാണ്. അപ്പോൾ
ഞാൻ ഭയങ്കരമായിട്ട് റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ നല്ലോണം വായിക്കുന്ന ഒരാളാണ്, എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളോട് സജസ്റ്റീവ് റീഡിങ്സിൽ ഞാൻ പറയുന്നത് അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള പുസ്തകമുണ്ട്. കുറേ പേര് കേട്ടിട്ടുണ്ടാകും. നിർബന്ധമായിട്ടും വായിക്കുക. ഒരു തവണയല്ല, ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ ഒരു 8 10 തവണയൊക്കെ വായിക്കുക. അത്ര കഴിയില്ലെങ്കിൽ ഒരു 4 5 തവണയെങ്കിലും വായിക്കുക. ഒരു തവണ വായിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു സ്കില്ല് നിങ്ങൾ അതിന് ഡെവലപ്പ് ചെയ്യില്ല. ഞാൻ 100% ഉറപ്പാണ്. നിങ്ങൾ വെറുതെ അത് നല്ല കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് പറയാനല്ലാതെ നിങ്ങൾക്ക് അതിന് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കില്ലായിട്ട് മാറില്ല. അപ്പോൾ ഒരു 10 തവണയെങ്കിലും വായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ലൈഫിൽ 101% ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. രണ്ടാമത്തേത് നവാൽ രവികാന്തിന്റെ അൽമനാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അൽമനാക്ക്, ALMANAC. അത് നമുക്ക് ഗ്രൂപ്പിലിടാം, ഈ പുസ്തകങ്ങളുടെ പേരൊക്കെ ഗ്രൂപ്പിലിടാം. അൽമനാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അത് നന്നായിട്ട് വായിക്കുക. ഈ പറഞ്ഞ പോലെ വായിക്കുക, ഒരു 4 5 തവണയൊക്കെ വായിക്കുക. ലൈക്ക് എനിക്കൊക്കെ ഒരു ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ അത്ര തവണയൊക്കെ വായിച്ചാലാണ് എനിക്ക് കിട്ടാറുള്ളത്. അതിൽ മാത്രമേ കാര്യം ഉണ്ടാകുള്ളൂ. മൂന്നാമത്തെ പുസ്തകം ഞാൻ പറയുന്നത്, എല്ലാവരോടും ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽസ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, പേഴ്സണൽ MBA എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. പേഴ്സണൽ MBA അടിപൊളി പുസ്തകമാണ്. നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് ബിൽഡ് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ പോയിട്ട് ഏതെങ്കിലും ഒരു MBA കോളേജിൽ ജോയിൻ ചെയ്താലൊന്നും നിങ്ങൾക്ക് കാര്യം ഉണ്ടാവണമെന്ന് ഒരു സാധ്യതയില്ല കേട്ടോ. കാരണം പല MBA കോളേജുകളും മാർക്കറ്റിലെ നീഡ് അനുസരിച്ചിട്ട് പഠിപ്പിക്കുന്നില്ല. അതിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണൽ MBA എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ഇനി ഇതൊക്കെ ഈ ഡാപ്റ്റിൽ ഈ നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളിൽ ടെക്നോളജി ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് കിറ്റായിട്ട് ഇനി അടുത്ത ഏപ്രിൽ തൊട്ട് കൊടുക്കാൻ പോകുന്ന പുസ്തകങ്ങളാണിത്. കാരണം ഇതൊക്കെ ഒരു എസെൻഷ്യൽ സ്കിൽ സെറ്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ടും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലി നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. AI മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, AI ഇതേ പേസിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജോലികളുടെ മേലെ ഏതൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്തത്. ഫൗണ്ടേഷണൽ സ്കില്ലുകൾ എല്ലാവരും ബിൽഡ് ചെയ്യണം. ഫൗണ്ടേഷൻ നന്നാവാതെ നമുക്ക് അതിൻ്റെ മേലെ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. എല്ലാവരും സെയിൽസ് പേഴ്സൺസ് ആണ്. കാരണം എല്ലാവരും നമ്മുടെ നമ്മളെ സ്കില്ല് വിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നല്ല സ്കില്ലുകൾ ബിൽഡ് ചെയ്യാം. പിന്നെ നല്ല ഓണ്ടർപ്രണർഷിപ്പ് എല്ലാവരും പഠിക്കുക. പിന്നെ ഇഷ്ടമുള്ള പാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിലേക്ക് പോവുക. ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് ഇൻഡസ്ട്രികൾ ഞാൻ പറഞ്ഞു. അതിൻ്റെ ആൻസിലറി ഇൻഡസ്ട്രീസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സെൽഫ് കറക്ഷൻ മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുക. പുതിയ മാറ്റങ്ങളിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുക. എല്ലാവർക്കും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അതിന് ഞാൻ നേരത്തെ ഉണ്ട സിനിമയുടെ റെഫറൻസ് ഒന്നും കൂടെ പറയാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിലാണ് എന്ന് അസ്യൂം ചെയ്തിട്ട് ഏത് പോയിന്റിലാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള 99% ആൾക്കാർക്ക് മിസ് ചെയ്യുന്നത് ലൈഫിൽ ഫോക്കസ് ആണ്. നിങ്ങൾക്ക് അതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% വിജയിക്കും. എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇഡാപ്റ്റ് കറന്റ് 98 കോടി വാല്യൂഷൻ ഉള്ള ഒരു കമ്പനിയാണ്. ഞങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ വാല്യൂഷൻ കിട്ടും, പക്ഷെ ഞങ്ങളൊരു കൺസർവേറ്റീവ് വാല്യൂഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരു 7 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഭയങ്കര ലക്ഷറി കാറോ അല്ലെങ്കിൽ ലക്ഷറി സാധനങ്ങളോ അങ്ങനത്തെ അല്ല. ബട്ട് ഐ ഹാവ് എൻ അസെറ്റ് വിച്ച് കീപ്സ് ഓൺ ഗ്രോയിങ്. അപ്പോൾ അത് നമ്മൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, മാറ്റങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുക. 2 ഗുണങ്ങളാണ്. നല്ല ഫൗണ്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ എന്തും ബിൽഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിക്കവറി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി സോഫ്റ്റ് സ്കില്ലുകൾ ഡിഫൈൻ ചെയ്യുക. നിങ്ങൾക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനൊരു ഒരു കരിക്കുലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ChatGPT സൈബർ സെക്യൂരിറ്റിയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ChatGPTയോട് ചോദിച്ചിട്ടുണ്ടോ? AI ഫൈൻ ട്യൂൺ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഡാറ്റ കൊടുത്തിട്ട് ഇപ്പോൾ കസ്റ്റം GPT എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ GPT സ്റ്റോറിൽ ആൾറെഡി ChatGPTയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ പ്ലഗിൻസ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ സൈക്കോളജിക്ക് ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. പ്രോംപ്റ്റിലേക്ക് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, പഠിക്കാനല്ലേ പറ്റൂ. അല്ല സാലി, അത് നമുക്ക് കുറേയൊക്കെ വർക്ക് പ്രൂവൺ ആയിട്ടുള്ള മെത്തഡോളജികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഇതിലൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് അങ്ങനെയുണ്ട്, ഇന്ന കൈൻഡ് ഓഫ് പ്രോംപ്റ്റിംഗ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൻസറുകൾ കിട്ടും എന്നുള്ളത് മനസ്സിലാവും. പേഴ്സണൽ MBA പുസ്തകം ആമസോണിലുണ്ട്.
ബുക്കിൻ്റെ നെയിംസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചാൽ ജോലി കിട്ടില്ല. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടാണ് പഠിക്കേണ്ടത്. അല്ലാതെ ജനറലി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഒരു ടൂള് മാത്രമാണ്. നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണോ ഉപയോഗിക്കുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുക. റെസീൻ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ വലിയ ട്രെൻഡുകൾ മാറുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ സെർച്ചിങ്ങിന്റെ രീതി മാറുകയാണ്. പെർപ്ലക്സിറ്റി എ ഐ എന്നൊക്കെ പറഞ്ഞിട്ടൊരു എ ഐ വന്നിട്ടുണ്ട്. ഗൂഗിളിന്റെ റൈവൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ലൈക്ക് സെർച്ച് റാങ്കിങ്ങും മറ്റൊക്കെ ആ സിസ്റ്റം മാറുകയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ചേഞ്ചുകളെ ഫോക്കസ് ആയിട്ട് നോക്കുക, അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. AI ML ഒക്കെ പഠിക്കുന്നതിന് പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ ജോബ് ഇമ്മീഡിയറ്റ്ലി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. ഭാവിയിലേക്ക് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ലൈക്ക് അഗൈൻ നിങ്ങളുടെ ഒരു ക്വാളിറ്റി പോലെ ഇരിക്കും. മുർഷിദ്, ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി പഠിച്ചിട്ട് കാര്യമുണ്ടോ, സ്കിൽ ബേസ്ഡ് ആണോ എന്നുള്ളത്. ഇനി ലൈക്ക് ഈ വീഡിയോ യൂട്യൂബിൽ അപ്പ് ചെയ്യുന്നുണ്ടാകും, അപ്പോൾ നിങ്ങളതിൽ നോക്കാം. സബീഹ് പറഞ്ഞ പോലെ തന്നെ AI നമ്മളെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യും. നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്താകും എന്നുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഡിഗ്രിയുടെ ഡിസഡ്വാൻറ്റേജസ് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. മർവാൻ, എന്തായാലും ഉമർ അബ്ദുസ്സലാം സാറിനെ മാത്രം ഫോളോ ചെയ്യലാണ്. മക്കളെ, ഇത് മലയാളത്തിന്റെ പ്രശ്നമാണ്. നമ്മളെ നാട്ടിൽ അത്ര തന്നെ ആൾക്കാർ, നമുക്ക് എന്റർടൈൻമെന്റ് മതിയല്ലോ. അപ്പൊ അത് കാണുന്ന ആൾക്കാർ അതിൽ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൽ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ അറ്റൻഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. നല്ല കണ്ടന്റുകൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിലും ഞാൻ ഈ പണിക്കെടുക്കും. അത് എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തർ അവരെ ലൈഫിന് വിഷൻ, ഇത് എൻ്റെ ഒരു ഇൻകം സൈക്കിൾ പോലെയല്ല. അപ്പോൾ ഞാൻ അത് കെയർ ചെയ്യുന്നില്ല. അത് ഉണ്ടായോ ഇല്ല എന്നുള്ളത് എൻ്റെ അത്ര പ്രശ്നമല്ല. ഞാനിപ്പോൾ യൂട്യൂബിൽ മറ്റൊക്കെ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ എനിക്കറിയാം 1,00,000 വ്യൂ മില്യൺ വ്യൂ ഒന്നും അതിന് കിട്ടില്ല എന്നുള്ളത്. കാരണം പഠിക്കുക എന്നുള്ളത് ആൾക്കാർക്ക് മടിയുള്ള ഒരു സാധനമാണ്. പിന്നെ വേണ്ടോ ചെയ്താൽ മതി എന്നുള്ളൊരു മൂഡാണ്. പക്ഷെ അത് എന്താ പറയുക, ജനറലി ആൾക്കാർക്ക് പഠനം ഒരു ട്രെൻഡായിട്ട് വന്നാൽ അതിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പുതിയതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. മലയാളം അല്ലാതെ ഇംഗ്ലീഷിലും മറ്റൊക്കെ ഒരുപാട് നല്ല കണ്ടന്റ് കിട്ടാനുണ്ട്. പാഷൻ കണ്ടെത്താൻ, പാഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്ര ഏരിയകൾ നിങ്ങൾ പുതുതായിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ട്രൈ ഔട്ട് ചെയ്യാതെ നമുക്കതിൽ പാഷൻ ഉണ്ടോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. അപ്പം നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു എക്സ്പീരിയൻസ് നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയോ, ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തൊരു കാലം ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് പ്രിലിംസ് തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിലിംസിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, ഡിഗ്രി കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് പ്രിലിംസ് എഴുതുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നു ഒരു 60-70 മോഡൽ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ടെസ്റ്റ് ചെയ്യപ്പെടാൻ തയ്യാറാവാതെ, സ്വയം എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാവാതെ നമുക്കൊരിക്കലും നമുക്കൊരു ഏരിയയിൽ എബിലിറ്റി ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പരീക്ഷ തന്നെ പാസ്സായിട്ട് വലിയ സംഭവം ഒരു മനുഷ്യനാവില്ല. എനിക്ക് ഫസ്റ്റ് പരീക്ഷയിലൊക്കെ മൈനസ് മാർക്കും കണ്ടാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ക്വാളിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നത് ആ മൾട്ടിപ്പിൾ ട്രയൽസ് നടത്തിയിട്ടാണ്. അപ്പോൾ അതുപോലെ പാഷൻ കണ്ടെത്തുക എന്നുള്ളതും പല സമയത്തും ഒരു ട്രയൽ ആൻഡ് എറർ ആണ്. നമ്മൾ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് അതിലാദ്യം. മനുഷ്യർക്ക് AI റീപ്ലേസ് ചെയ്യാൻ പറ്റിയത് മനുഷ്യത്വത്തിലായിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. AI ബേസിക്കലി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് AIന്റെ പിറകിൽ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI എന്നുള്ള ഒരു സ്കില്ലായിട്ട് നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരു വലിയ ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൽ നല്ല ധാരണ വേണം. ഭൂഗോളത്തിന്റെ സ്പന്ദനാണ് മാത്സ് എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ്. അല്ലാതെ മാത്സിലും മറ്റും വളരെ ലോ ലെവല് ക്വാളിറ്റി നമ്മളെടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ കഴിയില്ല. ടെക്നോളജി ലീഡർഷിപ്പ്, അത് നിങ്ങൾക്ക് ടീം ബന്ധപ്പെടും, നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. നോബഡി നീഡ്സ് യു ഇഫ് യു നോ എവറിത്തിങ് ബട്ട് ഇഫ് യു ആർ മാസ്റ്റർ റൈറ്റ് വൺ യു നെയിൽ സ്പേസ്. ഇതിനെ പറ്റി അത് മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കൊരു ജനറലിസ്റ്റിക് വ്യൂവും വേണം, അതേസമയം ചില കാര്യങ്ങളിൽ ഭയങ്കര എന്താ പറയുക ഡെപ്തിലും അറിയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താ പറയുക, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നത്തിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ സ്റ്റിൽ അത് ചില സമയത്ത് അതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ്. പക്ഷെ എല്ലാത്തിനെ കുറിച്ച് വളരെ വെയ്ഗായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. കുറച്ചും കൂടെ ഡെപ്തിൽ അറിയുന്നത് നല്ലതാണ്. അതിൽ ചില കാര്യങ്ങളിൽ നല്ല ഡെപ്ത് ഉണ്ടെങ്കിൽ ബെറ്റർ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് ചോദ്യങ്ങൾ വരുന്നത്. ഒരു കാര്യം ചെയ്തോളി, ഇത് വീഡിയോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ അപ്പ് ചെയ്യുന്നുണ്ടാകും, യൂട്യൂബിൽ അപ്പ് ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലിടാം. അപ്പോൾ കുറച്ച് മാത്രം കണ്ട ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരിത് ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മൾ IIT കൂടെ ചേർന്നിട്ടുള്ള പ്രോഗ്രാംസ് മറ്റും ഇനിയുള്ള ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാം. പിന്നെ സജാദ്, എന്താ പറയുക, നെക്സ്റ്റ് പുസ്തകം എഴുതണടാ. അത് ഒരു പ്രശ്നം എന്താ വെച്ചാലേ സമയം വേണം. ബുക്ക് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലാസ്റ്റ് ബുക്ക് എഴുതിയിട്ട് 5 കൊല്ലമായി. അത് അന്ന് ഷാർജ ബുക്ക് ഫെയറിൽ റിലീസ് ചെയ്യാന്നുള്ളൊരു മൂഡിൽ അപ്പം അന്ന് എഴുതിയതായിരുന്നു.
പിന്നെ പിന്നെ ഇപ്പൊ ഒരു ബുക്ക് എഴുതുന്ന നല്ല ക്ഷമ വേണം, പ്രത്യേകിച്ച് മലയാളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷമ വേണം. ഇപ്പൊ AI ഒന്നും മലയാളത്തിൽ എഴുതാൻ ഇപ്പോഴും നന്നായിട്ടുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ AI വെച്ച് എഴുതിപ്പിക്കായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഴുതും. ആശയങ്ങളുണ്ട്, ഞാൻ ഒരുപാട് എന്താ പറയാ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കട്ടെ. ഒന്നാമത് ഈ കമ്പനിയും മറ്റു കാര്യങ്ങളും റൺ ചെയ്യുന്നത് നമ്മളൊരു എക്സ്പാൻഷൻ ഫേസിലാണ്. നമുക്ക് GCCയിലൊക്കെ ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമാണ്. പൈസ ഒരു പ്രശ്നം അല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള. പൈസ അല്ല പ്രശ്നം, നമ്മളെ പാഷനിലേക്കുള്ള വഴി ബിൽഡ് ചെയ്യുന്നതിൽ നമുക്ക് ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം വരുന്നതാണ്. സിദ്ധാർത്ഥ്, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആസ് എ പ്രോജക്ട് ലൈഫ് സൈക്കിളും മറ്റൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഇനിയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ജനറലി പ്രോഗ്രാമിംഗ് ആണ് അതിന്റെ കോർ എന്ന് കരുതി കഴിഞ്ഞാൽ അതിലുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. അതെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ റെലവെന്റ് അല്ലാത്ത ചോദ്യങ്ങളും മറ്റും വരികയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്താ പറയാ, ഈ വീഡിയോ നമുക്ക് ഏകദേശം ടൈമും അപ്പ് ആയിട്ടുണ്ട്, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്നൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ അപ്പ് ചെയ്യുന്നുണ്ടാകും സോഷ്യൽ മീഡിയയിൽ. ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ അപ്പ് ചെയ്യാം. എന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും സെഷൻസ് വെക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇതൊരു എന്താ പറയുക, ഓഫ്ലൈൻ വെക്കാൻ വിചാരിച്ചിരുന്ന പരിപാടിയാണ്. പക്ഷേ എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഈ പ്രോഗ്രാമിൽ 250+ ആൾക്കാരുണ്ടായിരുന്നു പല സമയത്ത്. അപ്പോൾ അത്രയും പേർക്ക് യാത്രാ ബുദ്ധിമുട്ടും മറ്റൊക്കെ ആലോചിച്ചിട്ട്, പിന്നെ എനിക്കും സുഖം ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമുക്ക് ഇനി ഇരിക്കാം സമയം ഉണ്ടാകുന്ന സമയത്ത്. ഓക്കെ.